ഹായ്, ഐ എം ബിജു എസ് നായർ, ഫോമർ ഓഫീസർ ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. എന്റെ പുതിയൊരു കറണ്ട് അഫയേഴ്സ് വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ ദിവസത്തെയും പോലെ ഹിന്ദു ന്യൂസ് പേപ്പറിന്റെ എഡിറ്റോറിയൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് എഡിറ്റോറിയൽ പ്ലാനിംഗ് ബെറ്റർ എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ എഡിറ്റോറിയൽ എന്തിനെ കുറിച്ചാണെന്ന് വെച്ചാൽ നിതി ആയോഗിനെ കുറിച്ചാണ്. നിതി ആയോഗ് എന്താണെന്നുള്ള കാര്യം ഇവിടെയുള്ള ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയായിരിക്കും. നിതി ആയോഗ് എന്ന് പറയുന്നത് 2014 നരേന്ദ്രമോദി ഗവൺമെന്റ് ആദ്യത്തെ അധികാരത്തിൽ വരുന്നു. മോഡി ഗവൺമെന്റ് അധികാരത്തിൽ വരുമ്പോൾ അദ്ദേഹം ആദ്യം ചെയ്ത കാര്യങ്ങളിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ പ്ലാനിംഗ് കമ്മീഷനെ സ്ക്രാപ്പ് ചെയ്യുകയാണ്. ഇന്ത്യയിൽ പ്ലാനിംഗ് കമ്മീഷൻ എന്നൊരു സംവിധാനം ഉണ്ടായിരുന്നെന്ന് ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാമായിരിക്കും. ജവഹർലാൽ നെഹ്റു ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ ആയിരിക്കുന്ന പീരീഡിൽ കൊണ്ടുവന്നതാണ്. സോവിയറ്റ് മോഡലാണ് ഈ പ്ലാനിംഗ് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു കോൺസെപ്റ്റ് ഇന്ത്യയിലേക്ക് കൊണ്ടുവന്നതാണ്. അദ്ദേഹം സോവിയറ്റ് യൂണിയന്റെ ഒക്കെ ഒരു ആരാധകനും കൂടിയായിരുന്നു. കുറച്ച് സോഷ്യലിസ്റ്റ് ആയിട്ടുള്ള തിങ്കിങ് ആയിരുന്നു നെഹ്റുവിന്റെ. അങ്ങനെയാണ് പ്ലാനിംഗ് കമ്മീഷൻ ഇന്ത്യയിൽ വരുന്നത്. പക്ഷേ പ്ലാനിംഗ് കമ്മീഷൻ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ച് ആണ് സ്വീകരിക്കുന്നത്. അതിലൊരു ഫെഡറലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വാല്യൂസ് കുറവാണ്. അതുകൊണ്ട് കോഓപ്പറേറ്റീവ് ഫെഡറലിസം കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ എന്നുള്ള പേരിലാണ് മോദി ഗവൺമെന്റ് നിതി ആയോഗ് കൊണ്ടുവരുന്നത്. അപ്പൊ ഇതില് സ്റ്റേറ്റുകളുമായിട്ട് കൂടുതൽ കൂടിയാലോചനകൾക്ക് ശേഷം സ്റ്റേറ്റുകളുടെ ആവശ്യകത മനസ്സിലാക്കി പ്ലാനിംഗ് നടത്തുക എന്നുള്ളതായിരുന്നു ലക്ഷ്യം. അപ്പൊ നിതി ആയോഗിന്റെ എക്സ്പാൻഷൻ എന്ന് പറഞ്ഞാൽ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഫോർ ട്രാൻസ്ഫോമിംഗ് ഇന്ത്യ, നിതി ആയോഗ്. അതിന്റെ ചെയർമാൻ പ്ലാനിംഗ് കമ്മീഷനിലും അങ്ങനെ തന്നെയായിരുന്നു, പ്രൈം മിനിസ്റ്റർ ആണ് ചെയർമാൻ. പ്ലാനിംഗ് കമ്മീഷനിലെ പോലെ പ്രൈം മിനിസ്റ്റർ ആണ് ഇവിടെയും ചെയർമാൻ. വൈസ് ചെയർമാൻ വിൽ ബി ആൻ എക്കണോമിസ്റ്റ്. അത് പ്ലാനിംഗ് കമ്മീഷനിലും അങ്ങനെയായിരുന്നു. ഇവിടുത്തെ വൈസ് ചെയർമാൻ ഇപ്പോ സുമൻ ബെറിയാണ് വൈസ് ചെയർമാൻ. ആൻഡ് ദർ ഈസ് വൺ സിഇഒ, അദ്ദേഹത്തിന്റെ പേര് BVR സുബ്രഹ്മണ്യം എന്നാണ്. പിന്നെ സുബ്രഹ്മണ്യത്തിന്റെ സ്പെല്ലിംഗ് നിങ്ങൾക്ക് അറിയാലോ, BVR സുബ്രഹ്മണ്യം. പിന്നെ കുറച്ച് പെർമനന്റ് മെമ്പേഴ്സും ഒക്കെ ഉണ്ട് നിതി ആയോഗിന്. അപ്പൊ ഈ നിതി ആയോഗിന്റെ മീറ്റിംഗ് ഇപ്പം ഒരെണ്ണം നടന്നപ്പോ സംഭവിച്ചത്, ഏതാണ്ട് 10 സ്റ്റേറ്റുകളുടെയും യൂണിയൻ ടെറിട്ടറീസിലെയും ടോപ്പ് ലെവൽ ലീഡേഴ്സ് അല്ലെങ്കിൽ ചീഫ് മിനിസ്റ്റേഴ്സ് ആണ് അതിന് പങ്കെടുക്കേണ്ടത്. അവര് ബഹിഷ്കരിച്ചതിന് പിന്നെ ബഹിഷ്കരിക്കാതെ ഒരു ഒപ്പോസിഷൻ ലീഡർ അതിൽ അറ്റൻഡ് ചെയ്തത് മമതാ ബാനർജി ആയിരുന്നു. അവര് വളരെ ഡ്രമാറ്റിക് ആയിട്ട് മമതാ ബാനർജി മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർക്ക് വേണ്ട സമയം സംസാരിക്കാൻ അനുവദിച്ചില്ല എന്ന് പറഞ്ഞ് വാക്കൗട്ട് ചെയ്യായിരുന്നു. അപ്പൊ ഈ നിതി ആയോഗ് പ്രവർത്തന രീതിയിൽ എന്തായാലും ഒപ്പോസിഷന് പിന്നീട് വലിയ പ്രതിഷേധങ്ങളുണ്ട്. അതിന്റെ പശ്ചാത്തലത്തിലാണ് ഈ എഡിറ്റോറിയൽ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ 10 സ്റ്റേറ്റുകളും കുറച്ച് യൂണിയൻ ടെറിട്ടറീസും ഒക്കെ അതിൽ നിന്ന് വിട്ടുവെന്ന കാര്യം ഇതിൽ പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട സ്റ്റേറ്റുകളായ തമിഴ്നാട്, കേരള, കർണാടക, തെലങ്കാന പോലുള്ള സ്റ്റേറ്റുകളുടെ ചീഫ് മിനിസ്റ്റേഴ്സ് എല്ലാം അതിൽ നിന്ന് വിട്ടുവെന്നതിന്റെ കാരണമായിട്ട് പറയുന്നത്, യൂണിയൻ ബഡ്ജറ്റില് ഈ ഓപ്പോസിഷൻ റൂൾഡ് സ്റ്റേറ്റുകൾക്ക് വലിയ പ്രാതിനിധ്യം കൊടുത്തില്ല എന്നാണ് അവർ പറയുന്നത്. വെസ്റ്റ് ബംഗാളിന്റെ ചീഫ് മിനിസ്റ്റർ ഞാൻ പറഞ്ഞ പോലെ പിന്നീട് പങ്കെടുത്തു. എന്നിട്ട് അവർക്ക് വേണ്ട സമയം അനുവദിച്ചില്ലെന്ന് പറഞ്ഞ് പുറത്തുപോയി. അപ്പൊ NDA ഗവൺമെന്റ് ആണ് അതിന്റെ ഫസ്റ്റ് ടൈമിൽ 2014 നിതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷനെ റീപ്ലേസ് ചെയ്തുകൊണ്ട് കൊണ്ടുവരുന്നതാണ്. അതിന്റെ കാരണം പ്ലാനിംഗ് കമ്മീഷൻ ഒരു ടോപ്പ് ഡൗൺ അപ്രോച്ചാണ് സ്വീകരിച്ചിരുന്നത്. അതിൽ ഒരു ഫെഡറലിസത്തിന്റെ പ്രൊമോട്ട് ചെയ്യുന്ന വാല്യൂസ് ഒന്നും ഇല്ലായിരുന്നു പറഞ്ഞാണ് ഇത് കൊണ്ടുവരുന്നത്. പക്ഷേ നിതി ആയോഗ് പിന്നെ ഒരു അഡ്വൈസറി ബോഡി ആയിട്ട് മാറി എന്ന് പറഞ്ഞാല് ഇപ്പോ റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ, ഇപ്പൊ സ്റ്റേറ്റുകളുടെ ഇടയിലുള്ള റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷൻ പോലുള്ള കാര്യങ്ങളില് പ്രത്യേകിച്ച് ഒരു റോളും നിതി ആയോഗിന് ഇല്ലാത്ത ഒരു അവസ്ഥയായി. പക്ഷെ നിതി ആയോഗിന് അതിൻ്റെതായ യൂട്ടിലിറ്റി ഉണ്ടെന്നാണ് എന്റെ അഭിപ്രായം. കാര്യം എന്ന് വെച്ചാൽ നമ്മളുടെ ഒരുപാട് പ്രധാനപ്പെട്ട ഇൻഡിസസ് നമ്മളിപ്പോ കഴിഞ്ഞ ആഴ്ച തന്നെ കണ്ടു. സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾ SDG അല്ലെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് എന്ന് പറയുന്ന സംഭവം നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. റീസെന്റ് ആയിട്ട് ഞാൻ അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഡിസ്കസ് ചെയ്തതാണ്. യുണൈറ്റഡ് നേഷൻസിന്റെ 17 ഗോൾസ്. ആ 17 goals they wants to achieve by the year of 2030. All over the world, United Nations wants to achieve those 17 goals. അപ്പൊ SDG സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ഇന്ത്യയിൽ എങ്ങനെയാണ് അതിന്റെ പെർഫോമൻസ് ഓരോ സ്റ്റേറ്റും എന്ന് അറിയാൻ വേണ്ടി SDG ആയിട്ട് ബന്ധപ്പെട്ട ഒരു ഇൻഡെക്സ് നിതി ആയോഗ് ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. പിന്നെ നിതി ആയോഗിന്റെ വേരിയസ് പാരാമീറ്റേഴ്സ് ഉണ്ട്. ഞാൻ ജസ്റ്റ് ഇത് പറഞ്ഞതേ ഉള്ളൂ. പിന്നെ നമ്മളുടെ എഡ്യൂക്കേഷൻ റാങ്കിങ് കൊടുക്കുന്ന ഇൻഡിസസുകൾ അതുപോലെ മൾട്ടി ഡയമെൻഷണൽ പോവർട്ടി ഇൻഡെക്സ്, അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ അവരാണ് ചെയ്യുന്നത്. അപ്പം പക്ഷേ ഈ റിസോഴ്സ് അലോക്കേഷൻ അങ്ങനെയുള്ള കാര്യങ്ങളായിട്ട് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് അവർക്കൊരു അഡ്വൈസറി ബോഡി റോള് മാത്രമേ ഉള്ളൂ. ഒരു പവറും ഇല്ല റിസോഴ്സ് ഡിസ്ട്രിബ്യൂഷന്റെ കാര്യത്തില്. പ്ലാനിംഗ് കമ്മീഷൻ അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ പ്ലാനിംഗ് കമ്മീഷൻ അറ്റ്ലീസ്റ്റ് സ്റ്റേറ്റുകളായിട്ട് അത്തരം കാര്യങ്ങൾ ചർച്ചയെങ്കിലും നടത്തുമായിരുന്നു എന്നാണ് പറയുന്നത്. അപ്പം സ്റ്റേറ്റുകൾക്ക് ഒരു കൺസൾട്ടേഷൻ മെക്കാനിസം എന്നുള്ള രീതിയിൽ നിതി ആയോഗില് പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാത്തത് നിതി ആയോഗിന്റെ ആ തരത്തിലുള്ള ഈ കോഓപ്പറേറ്റീവ് ഫെഡറലിസം പ്രൊമോട്ട് ചെയ്യാനെന്നുള്ള ആ ഒരു റോള് അവിടെ ഡിമിനിഷ് ചെയ്യപ്പെടുകയാണ് എന്നാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്.
പിന്നെ BJP ഒരു സ്ലോഗൻ, ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് എന്ന് പറയുന്ന ഒരു സ്ലോഗൻ BJP നരേന്ദ്രമോദിയും അമിത്ഷായും എപ്പോഴും ഉയർത്തുന്ന ഒരു സ്ലോഗൻ ആണ് ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് എന്ന് പറഞ്ഞാല് സ്റ്റേറ്റിലും സെൻട്രലിലും ഒരേ ഗവൺമെന്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കൂടുതൽ ബെനിഫിറ്റ് കിട്ടും. സോ യു ഷുഡ് സെലക്ട് യുവർ ഗവൺമെന്റ് BJP ഗവൺമെന്റ് ഇൻ യുവർ സ്റ്റേറ്റ് ഓൾസോ എന്ന് പറയുന്ന ഒരു സ്ലോഗൻ എപ്പോഴും അവർ സ്റ്റേറ്റ് ഇലക്ഷൻസിൽ വയ്ക്കാറുണ്ട്. അപ്പൊ അത് ഇപ്പൊ ഒപ്പോസിഷൻ പറയുന്നത് ആ ഡബിൾ എഞ്ചിൻ ഗവൺമെന്റ് ഉള്ള സ്റ്റേറ്റുകൾക്ക് മാത്രം വേണ്ട പരിഗണന കൊടുത്തുകൊണ്ട് മറ്റ് സ്റ്റേറ്റുകൾ, ഒപ്പോസിഷൻ റൂൾ സ്റ്റേറ്റുകളോട് ഒരു സ്റ്റെപ്പ് മദർലി ട്രീറ്റ്മെന്റ് ആണ് നടത്തുന്നതെന്ന് പറയാൻ അവർക്ക് പറ്റുന്നുണ്ട് ഒപ്പോസിഷന്. പിന്നെ NDA ഗവൺമെന്റിനെ താങ്ങി നിർത്തുന്ന ഇപ്പൊ BJPയുടെ അല്ലാതെ 2 ഗവൺമെന്റുകളുണ്ട്. നമുക്ക് അതെപ്പോഴും പറഞ്ഞതാണ്, ആന്ധ്രയും ബീഹാറും. ഈ 2 സ്റ്റേറ്റുകൾക്ക് ബഡ്ജറ്റിൽ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള റെപ്രസെന്റേഷൻ കിട്ടിയതും ഇപ്പോൾ ഈ മറ്റ് സ്റ്റേറ്റുകൾ, ഒപ്പോസിഷൻ റൂൾ സ്റ്റേറ്റുകൾ ഇത്തരത്തിലുള്ള ഒരു നറേറ്റീവ് അവർക്ക് ബിൽഡ് ചെയ്യാൻ സഹായകമായിട്ടുണ്ട്. അപ്പോ അതെല്ലാം അവിടെ പറയുന്നുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ ഈ ഒപ്പോസിഷൻ പറയുന്ന കാര്യങ്ങളിൽ മെറിറ്റ് ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് അവിടെ നിൽക്കട്ടെ എന്നാണ് ഹിന്ദു പറയുന്നത്. എന്തായാലും സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന ഗ്രാന്റ്സും മറ്റു കാര്യങ്ങളും ഒക്കെ ഇപ്പൊ കുറച്ച് ലിമിറ്റഡ് ആയിട്ടുണ്ട്. കാര്യം സ്റ്റേറ്റുകൾക്ക് കിട്ടുന്ന ഗ്രാന്റുകൾ എല്ലാം സെൻട്രിൽ നിന്നാണ് കിട്ടേണ്ടത്. അപ്പം അതിൽ നിതി ആയോഗിന്റെ പ്രത്യേകിച്ച് റോളൊന്നും ഇല്ലാതാവുന്നു. പ്ലാനിംഗ് കമ്മീഷൻ ആണെങ്കിൽ അവിടെ ഇല്ലയും താനും. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഈ സ്റ്റേറ്റുകളുമായിട്ട് ഡിവൈഡ് ചെയ്യേണ്ട ടാക്സ് പൂള് പോലും ഇപ്പോ കൂടുതൽ അവർ സെസ് കളക്ഷനും അങ്ങനെ സർചാർജ് കളക്ഷനും ഒക്കെ ആയിട്ട് മാറ്റിയപ്പോഴത്തേക്ക് ടാക്സ് മാത്രമേ ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ, സെസ് ഒന്നും ഡിവൈഡ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പൊ സെന്ററിന് ഡിവിസിബിൾ പൂളില് അവർക്ക് ഡിവൈഡ് ചെയ്യേണ്ട ആ ഒരു എമൗണ്ട് പോലും കുറഞ്ഞു വരുന്നത് അത് സ്റ്റേറ്റുകളോടുള്ള ഇൻജസ്റ്റിസ് ആണ്. അപ്പം അതുകൂടെ പറയുന്നുണ്ട്. പിന്നെ 16ാം ഫിനാൻസ് കമ്മീഷന്റെ വർക്ക് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഈ സ്റ്റേറ്റുകൾക്ക് കൊടുക്കുന്ന ഫണ്ടിങ്ങിന്റെ അല്ലെങ്കിൽ ഡിവിസിബിൾ പൂൾ എത്ര വേണം എന്നൊക്കെയാണ് നമ്മളുടെ ഫിനാൻസ് കമ്മീഷൻ ഇപ്പോ നമ്മളുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് റെക്കമെൻഡേഷൻസ് കൊടുക്കാൻ പോണം. അപ്പൊ ചില ഇറഗുലാരിറ്റീസും ഇംബാലൻസസും ഉണ്ട് ഈ ഫണ്ട് അലോക്കേഷനിൽ. അത് വ്യക്തമായിട്ട് പഠിച്ച് അതിന് പരിഹാരം കാണാൻ പ്ലാനിംഗ് കമ്മീഷന് കഴിയണം. ഫിനാൻസ് കമ്മീഷന് കഴിയണം. അപ്പൊ ഫിനാൻസ് മിനിസ്ട്രി മെയിൻലി മാക്രോ എക്കോണമിക് സ്റ്റെബിലിറ്റിയിലൊക്കെയാണ് ഇപ്പൊ കൂടുതൽ ഫോക്കസ് ചെയ്തിരിക്കുന്നത്. പക്ഷെ അതേ സമയത്ത് തന്നെ നമ്മളുടെ ഫിനാൻസ് മിനിസ്ട്രി, നമ്മുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗ്രോത്ത് ത്രൂ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് എന്ന് പറയുന്ന ഒരു ആശയം, അതിനുവേണ്ടിയാണ് ഒരു മാക്സിമം ക്യാപിറ്റൽ ഈ വർഷത്തെ ബഡ്ജറ്റിൽ തന്നെ 11 ലക്ഷം കോടി കൂടുതലാണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചറിന് വേണ്ടി ഗവൺമെന്റ് ഓഫ് ഇന്ത്യ മാത്രം മാറ്റുക. പിന്നെ പ്രൈവറ്റ് ക്യാപെക്സ് വരും. അപ്പൊ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റിലൊക്കെ വലിയ ഊന്നൽ കൊടുക്കുമ്പോൾ സ്റ്റേറ്റുകൾക്കും അവരവരുടേതായ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്പ് ചെയ്യുകയും അവർക്ക് അവിടെ ആ മേഖല വലിയ ക്യാപിറ്റൽ ഇൻവെസ്റ്റ്മെന്റ് നടത്തേണ്ടിയും വരും. അപ്പോ സെൻട്രൽ ഗവൺമെന്റ് ഒരു ഇൻസ്റ്റിറ്റ്യൂഷണൽ ബാക്കിംഗ് ഉണ്ടെങ്കിലേ പറ്റുള്ളൂ. അപ്പൊ നിതി ആയോഗ് ആ രീതിയിൽ കുറച്ചുകൂടെ ഒന്ന് ഉടച്ചു വാർക്കേണ്ട ആവശ്യകത ഉണ്ട്. അപ്പം അതിനെ കുറിച്ചാണ് ഈ ആർട്ടിക്കിളിൽ ഈ എഡിറ്റോറിയലിൽ പറയുന്നത്. ഓക്കെ, ഇനി രണ്ടാമത്തെ എഡിറ്റോറിയൽ പ്ലാസ്റ്റിക് മെസ് എന്ന് പറയുന്ന എഡിറ്റോറിയലാണ്. ഈ പ്ലാസ്റ്റിക് മെസ് എന്ന് പറയുന്ന എഡിറ്റോറിയൽ നമ്മള് പേര് കാണുമ്പോൾ തന്നെ അറിയാം, പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം വലിയൊരു പ്രോബ്ലം ആണ്. നമ്മൾ എൻവയോൺമെന്റിന് വലിയ ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു പ്രോബ്ലം ആണ്. അതിന്റെ എൻവയോൺമെന്റൽ കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ ബിഗ് ആണ്. പ്ലാസ്റ്റിക് അങ്ങനെ ഡീഗ്രേഡ് ചെയ്ത് പോകത്തില്ല. അപ്പൊ പ്ലാസ്റ്റിക് ബാനിങ്, സിംഗിൾ യൂസ് പ്ലാസ്റ്റിക്കിന്റെ ബാനിങ് ലോകം മുഴുവനും വളരെ ശക്തമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലും അത് ഇംപ്ലിമെന്റ് ചെയ്യാനുള്ള തീരുമാനം, അല്ലെങ്കിൽ അത് ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞു സിംഗിൾ യൂസ് പക്ഷെ അതിൽ കുറെ പ്രോബ്ലംസ് ഉണ്ട്. അതിനെ കുറിച്ച് ആർട്ടിക്കിൾ വന്നായിരുന്നു. അപ്പൊ ഈ പ്ലാസ്റ്റിക് നമ്മൾ എന്തായാലും ഒരു റിയാലിറ്റിയാണ്. ഇപ്പൊ സിംഗിൾ യൂസ് പ്ലാസ്റ്റിക് ബാൻ ചെയ്താലും അല്ലാത്ത പ്ലാസ്റ്റിക് ഉണ്ട്. അപ്പൊ അതിനെ മാനുവലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഈ പ്ലാസ്റ്റിക്കിനെ റീസൈക്കിൾ ചെയ്യണം. അപ്പൊ അതിന്റെയൊക്കെ ഉത്തരവാദിത്തം CPCB-ക്കാണ്. CPCB എന്ന് പറയുന്നത് സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡാണ്. സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്. അപ്പൊ ഓരോ വർഷവും ഇന്ത്യയിൽ 4 മില്യൺ ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ജനറേറ്റ് ചെയ്യുന്നത്. 4 മില്യൺ ടൺസ്, മനസ്സിലായോ? 1 മില്യൺ 10 ലക്ഷം. അപ്പൊ 40 ലക്ഷം ടൺസ് ഓഫ് പ്ലാസ്റ്റിക് വേസ്റ്റ് ആണ് ഇന്ത്യയിൽ ഉണ്ടാവുന്നത്. അതിന്റെ 1/4 മാത്രമേ റീസൈക്കിൾ ചെയ്യപ്പെടാറുള്ളൂ. ബാക്കി 75% അൺസസ്റ്റൈനബിളി ഡിസ്പോസ് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. അപ്പൊ 2016 തൊട്ട് ഇന്ത്യയിലെ പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് ഉണ്ട്. അത് മുമ്പേ ഉണ്ട്. പക്ഷെ അതില് വളരെ സ്ട്രിക്റ്റ് ആയിട്ട് പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 തൊട്ട് ഇംപ്ലിമെന്റ് ചെയ്യാൻ തുടങ്ങുകയും ഈ പ്ലാസ്റ്റിക്കിന്റെ യൂസേഴ്സിന്റെ റെസ്പോൺസിബിലിറ്റിയാണ് ഈ പ്ലാസ്റ്റിക് റീകളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യേണ്ടതെന്ന് മാൻഡേറ്റ് ചെയ്യുകയും ചെയ്തു. അതായത് പ്ലാസ്റ്റിക് യൂസേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മള് അല്ല, യഥാർത്ഥ എൻഡ് യൂസർ നമ്മളാണെങ്കിലും ഒരുപാട് ഇൻഡസ്ട്രീസ് ഒക്കെയാണ് ഏറ്റവും വലിയ ബിഗ് യൂസേഴ്സ് എന്ന് പറയുന്നത്. അപ്പൊ അവര്
അതുപോലെ ഇമ്പോർട്ടേഴ്സും എക്സ്പോർട്ടേഴ്സും ഒക്കെ ഉണ്ടെന്നുണ്ട്. അവർ തന്നെയാണ്, അവരുടെ തന്നെ റെസ്പോൺസിബിലിറ്റി ആണ് ഈ പ്ലാസ്റ്റിക് കളക്ട് ചെയ്ത് റീസൈക്കിൾ ചെയ്യേണ്ടതെന്നുള്ള കാര്യം പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസ് 2016 മാൻഡേറ്റ് ചെയ്യാണ്. അപ്പം ഇത് എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി EPR റൂൾസ് എന്ന് പറഞ്ഞ് ഉള്ള അതിന്റെ ഭാഗമായിട്ട് ഈ 2016 പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂൾസിന്റെ ഭാഗമായിട്ട് EPR ഉണ്ട്. EPR എന്ന് പറഞ്ഞാൽ എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. അപ്പൊ പ്രൊഡ്യൂസറിന്റെ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പം ഇത് ആദ്യം വോളണ്ടറി ആയിരുന്നു, പക്ഷേ ഇത് പിന്നീട് കമ്പൽസറി ആക്കി ഒരു EPR ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴി ഇത് കമ്പൽസറി ആക്കി. EPR എന്താണ്? എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി. EPR റൂൾസ് അണ്ടർ ഈ റൂളാണ് 2016 പ്ലാസ്റ്റിക് വേസ്റ്റ് മാനേജ്മെന്റ് റൂളിന്റെ അണ്ടറിലാണ് EPR റൂൾസ് വരുന്നത്. EPR ആദ്യം എന്ന് പറഞ്ഞാൽ വോളണ്ടറി ആയിരുന്നു, പക്ഷെ അത് പിന്നീട് കമ്പൽസറി ആക്കി. അത് ഒരു EPR ട്രേഡിംഗ് പ്ലാറ്റ്ഫോം വഴിയാണ്. EPR ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആരൊക്കെയാണ് പ്ലേയേഴ്സ് എന്ന് വെച്ചാൽ പാക്കേജേഴ്സ് ഉണ്ട്, ഇമ്പോർട്ടേഴ്സ് ഉണ്ട്, ലാർജ് ഇൻഡസ്ട്രിയൽ യൂസേഴ്സ് ഓഫ് പ്ലാസ്റ്റിക് പാക്കേജിംഗ് ഉണ്ട്, അതുപോലെ പ്രൊഫഷണൽ റീസൈക്ലേഴ്സ് ഉണ്ട്. അവര് CPCB ആയിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരായിരിക്കണം, സെൻട്രൽ പൊല്യൂഷൻ കൺട്രോൾ ബോർഡുമായിട്ട് രജിസ്റ്റർ ചെയ്ത ആൾക്കാരായിരിക്കണം ഈ റീസൈക്ലേഴ്സ്. അപ്പൊ ഇത് റീസൈക്ലേഴ്സ് എന്ത് ചെയ്യുമെന്ന് വെച്ചാൽ അവരാണ് ഈ പ്ലാസ്റ്റിക് വേസ്റ്റ് കളക്ട് ചെയ്യുന്നത്. ആ വേസ്റ്റിനെ അവര് റീസൈക്കിൾ ചെയ്യും, എന്നിട്ട് ഇതിന്റെ സർട്ടിഫിക്കറ്റ് റിസീവ് ചെയ്യും CPCB ന്ന്. അതായത് ഈ റീസൈക്ലേഴ്സ് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് അവർ കളക്ട് ചെയ്യാനുള്ള സംവിധാനം ഉണ്ട്, അതിന്റെ നെറ്റ്വർക്ക് ഉണ്ട്. റീകളക്ട് ചെയ്തിട്ട് അവർ റീസൈക്കിൾ ചെയ്തിട്ട് സർട്ടിഫിക്കറ്റ് മേടിക്കും. റീസൈക്കിൾ ചെയ്യണമെന്നുള്ളതാണല്ലോ CPCBയുടെ റൂൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ 40 മില്യൺ അല്ല 4 മില്യൺ, അതായത് 40 ലക്ഷം ടൺ പ്ലാസ്റ്റിക് നമ്മളിവിടെ ഉൽപ്പാദിപ്പിക്കുന്നതിൽ 1/4 ആൻഡ് 1/4 മാത്രമേ ഇവിടെ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. അതായത് 10 ലക്ഷത്തോളം ടൺ മാത്രമേ ഇവിടെ റീസൈക്കിൾ ചെയ്യപ്പെടുന്നുള്ളൂ. അപ്പൊ റീസൈക്ലിങ്ങിന് വേണ്ടിയിട്ട് നമ്മളെ പ്രൊഡ്യൂസേഴ്സ് ആണ് ഇവരെ ഏൽപ്പിച്ചത്. കാര്യം പ്രൊഡ്യൂസേഴ്സിന് മാൻഡേറ്ററി ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് റീസൈക്ലിംഗ് എന്ന് പറയുന്നത്. മനസ്സിലായി? അപ്പൊ അത് ഈ EPR ആണ്, എക്സ്റ്റൻഡഡ് പ്രൊഡ്യൂസർ റെസ്പോൺസിബിലിറ്റി ആണ്. അപ്പൊ ഈ പ്രൊഡ്യൂസേഴ്സിന് അത് ചെയ്യാനുള്ള സംവിധാനം ഇല്ലാത്തതുകൊണ്ട് അവർ ആരെ കൊണ്ട് ചെയ്യിപ്പിക്കും? റീസൈക്ലേഴ്സിനെ കൊണ്ട് ചെയ്യിപ്പിക്കും. റീസൈക്ലേഴ്സ് ഇത് ഈ വേസ്റ്റ് പ്ലാസ്റ്റിക് വേസ്റ്റ് നമ്മളെന്നൊക്കെ കളക്ട് ചെയ്തിട്ട് അവർ റീസൈക്കിൾ ചെയ്തിട്ട് ഒരു സർട്ടിഫിക്കറ്റ് മേടിക്കും. ആ സർട്ടിഫിക്കറ്റ് CPCB ആണ് കൊടുക്കുന്നത്. ഈ സർട്ടിഫിക്കറ്റ് അവർ എവിടെ പിന്നീട് ചെയ്യണം? EPR ഓൺലൈൻ ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ അവർ അപ്ലോഡ് ചെയ്യണം. അപ്ലോഡ് ചെയ്യുമ്പം ഇത് ആര് വാങ്ങുമെന്നറിയാമോ? ഇത് ആര് വാങ്ങുമെന്ന് വെച്ചാൽ പ്രൊഡ്യൂസർ, ആ കമ്പനി വാങ്ങും. കാശ് കൊടുത്ത് ആരെന്ന്? ഈ റീസൈക്ലറിന്റെ കയ്യിൽ നിന്ന്. അപ്പൊ അവരുടെ റെസ്പോൺസിബിലിറ്റി അവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് മനസ്സിലാകത്തോ? ഞാനിപ്പോ ഒരു പ്രൊഡ്യൂസറാണ്, എന്റെ ജോലിയാണ് ഈ റീസൈക്ലിംഗ്. പക്ഷെ എനിക്ക് ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് അവർ ആരെ കൊണ്ട് ചെയ്യിക്കും? ഒരു റീസൈക്ലിംഗ് കമ്പനിയാണ്, അവരെ കൊണ്ട് ചെയ്യിക്കും. അവരെന്നിട്ട് എന്ത് ചെയ്യും? അത് ഇതിന്റെ സർട്ടിഫിക്കറ്റ്, അതൊരു ക്രെഡിറ്റ് പോലെയാണ്. ആ സർട്ടിഫിക്കറ്റ് അവർ പിന്നീട് വാങ്ങും. എന്നിട്ട് ഈ ഓൺലൈൻ EPR ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ആ സർട്ടിഫിക്കറ്റ് ഈ CPCB ആണ് കൊടുക്കുന്നത്. ആ സർട്ടിഫിക്കറ്റ് അവർ അപ്ലോഡ് ചെയ്യും. ഈ സർട്ടിഫിക്കറ്റ് ആര് പർച്ചേസ് ചെയ്യും? നമ്മളുടെ പ്രൊഡ്യൂസേഴ്സ് പർച്ചേസ് ചെയ്യുമ്പോഴത്തേക്ക് അവരെ ചെലവിൽ ഈ റീസൈക്ലിംഗ് കഴിഞ്ഞതുപോലെ ആയില്ലേ? റീസൈക്കിളറാണ് ചെയ്യുന്നതെങ്കിൽ അപ്പൊ റീസൈക്കിളറിന് അവരുടെ പൈസയും കിട്ടും, മറ്റവരുടെ റെസ്പോൺസിബിലിറ്റി. ഇതാണ് നടക്കേണ്ടത്, ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അത് പോലും 25% മാത്രമേ അവിടെ കഴിയുന്നുള്ളൂ, റീസൈക്ലിംഗ് നടക്കുന്നുള്ളൂ. പക്ഷെ അതിൽ കുറച്ച് ഫ്രോഡുകളുണ്ട്. അതിനെക്കുറിച്ചാണ് ഈ പറയുന്നത്, ഈ എഡിറ്റോറിയൽ മെയിനായിട്ട് പറയുന്നത്. അതായത് ഇങ്ങനെ അപ്ലോഡ് ചെയ്ത സർട്ടിഫിക്കറ്റിൽ ഏതാണ്ട് 6 ലക്ഷത്തോളം സർട്ടിഫിക്കറ്റുകൾ ഫേക്ക് സർട്ടിഫിക്കറ്റ് ആയിരുന്നു പറയുന്നത്. അപ്പൊ ഈ 1/4 ഇപ്പം റീസൈക്കിൾ എന്ന് പറയുന്ന പോലെ കറക്റ്റ് അല്ലെന്നാ പറയുന്നത്. 6 ലക്ഷത്തോളം ഈ സർട്ടിഫിക്കറ്റുകൾ ഫേക്ക് ആയിരുന്നു. പിന്നെ അതിന്റെ കൂടെ ഈ EPR ട്രേഡിംഗ് പ്ലാറ്റ്ഫോമിൽ ഒരു സൈബർ അറ്റാക്ക് ഉണ്ടായും. ഒരുപാട് സർട്ടിഫിക്കറ്റ്സ് അതിൽ നിന്ന് ഈ സൈബർ അറ്റാക്കേഴ്സ് സ്റ്റോൾ ചെയ്യുകയും അവരത് വിൽക്കുകയും ചെയ്തു. അപ്പൊ അതുകൊണ്ട് ഈ ആക്ച്വൽ എത്രത്തോളം ഇതിന്റെ റെസ്പോൺസിബിലിറ്റി, EPR റെസ്പോൺസിബിലിറ്റി ഒക്കെ കറക്റ്റായിട്ട് ഫോളോ അപ്പ് ചെയ്യുന്നുണ്ടെന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള വിഷയം വന്നപ്പോൾ CPCB എന്ത് ചെയ്യുന്ന വെച്ചാല് ഈ ഏതാണ്ട് 10-800 ഫേംസിന്റെ, എസ്പെഷ്യലി ഈ റീസൈക്ലിംഗ് ഫേംസിന്റെ ഒക്കെ ഓഡിറ്റിംഗ് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് അതിന്റെ കൂടെ അവര് EPR ട്രേഡിംഗ് പ്ലാറ്റ്ഫോം ഈ സൈബർ അറ്റാക്കിനൊന്നും ആകാതെ കൂടുതൽ സ്ട്രോങ് ആക്കാനുള്ള നടപടികൾ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതൊക്കെ കൊണ്ട് ഈ വർഷത്തെ ഈ അപ്ലോഡിങ്ങും മറ്റു കാര്യങ്ങളൊക്കെ ടോട്ടലി ഡിലേ ആയി. അത് ഓഡിറ്റിംഗ് നടക്കുന്നു, അതിൻ്റെ കൂടെ അവർ ട്രേഡിംഗ് പ്ലാറ്റ്ഫോം കൂടുതൽ സ്ട്രോങ് ആക്കുന്നു, അങ്ങനെയൊക്കെ ഉള്ളതുണ്ട്. പക്ഷെ അപ്പം ഇത് ഈ പറഞ്ഞ ചെക്കിങ്, ഇതുപോലുള്ള ഓഡിറ്റിംഗ്, ഇതൊക്കെ എല്ലാ വർഷവും നടത്തിക്കൊണ്ടിരുന്നാൽ
എൻറ്റയർ പ്രോസസ്സും ഡിലേഡ് ആവും. ഈ പ്രോസസ്സിലുള്ള വിശ്വാസം തന്നെ ആൾക്കാർക്ക് നഷ്ടപ്പെടും. അതുകൊണ്ട് ഇതൊരു വൺ ടൈം മെഷറായിട്ട് കണ്ട് ഈ വർഷം അങ്ങനെ ചെയ്തോളൂ, പക്ഷേ അടുത്ത വർഷം തൊട്ട് അങ്ങനെ ചെയ്യരുത്. പകരം കൂടുതൽ ഈ പറഞ്ഞ റീസൈക്ലിംഗ് ഇഫക്റ്റീവ് ആക്കാനുള്ള മെഷേഴ്സ് CPCB ചെയ്യുന്നതോടൊപ്പം തന്നെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ പ്ലാസ്റ്റിക് പൊല്യൂഷൻ എന്ന് പറയുന്ന സംഭവം തന്നെ ഇല്ലാതാക്കാൻ, അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കിന്റെ ഓൾട്ടർനേറ്റീവ് സോഴ്സസ് യൂസ് ചെയ്യുന്ന ഒരു രീതിയിലേക്ക് നമ്മൾ ഇൻഡസ്ട്രീസിനെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ടുള്ള റൂൾസും റെഗുലേഷൻസും കൊണ്ടുവരണം എന്നൊക്കെ ഉള്ള കാര്യമാണ് ഈ എഡിറ്റോറിയൽ പറയുന്നത്. ഓക്കെ, ഇനി ഈ ഇവിടെയുള്ള ഈ 2 ആർട്ടിക്കിൾസ് നമുക്ക് വലിയ ആവശ്യമില്ല, പ്രത്യേകിച്ച് ഈ ആർട്ടിക്കിൾ ഒരു ആവശ്യമില്ല. റീകാസ്റ്റിംഗ് കെയർ മോഡൽസ് ഫോർ മെന്റൽ ഇൽനെസ് ഹോംലെസ്നെസ് എന്നാണ് പറയുന്നത്. അതുകൊണ്ട് ഞാൻ ഡിസ്കസ് ചെയ്യുന്നില്ല അത്. പക്ഷേ ഈ 2ാമത്തെ ആർട്ടിക്കിൾ നമ്മളെ കൂടെ ബാധിക്കുന്ന ഒരു വിഷയം ആയതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞേക്കാം. റൈറ്റ് വേ ടു കൗണ്ടർ എ പുവർ കോവാക്സിൻ സേഫ്റ്റി സ്റ്റഡി. ഇതൊക്കെ ഒരുപാട് ആൾക്കാർ കോവാക്സിൻ ഒക്കെ എടുത്തിട്ടുള്ളവർ ചിലപ്പോൾ ഈ വീഡിയോ കാണുന്നവർ തന്നെ കാണും. പക്ഷെ നമ്മുടെ മെജോറിറ്റി എടുത്ത കോവിഷീൽഡ് ആയിരുന്നു. അപ്പൊ ഈ കോവാക്സിൻ ആണെങ്കിലും കോവിഷീൽഡ് ആണെങ്കിലും കോവിഡിന് അഗെയിൻസ്റ്റ് ആയിട്ടുള്ള വാക്സിനേഷൻ ആയിരുന്നു. അപ്പൊ ഈ കോവിഷീൽഡ് ഉൽപ്പാദിപ്പിച്ചത് ഇന്ത്യൻ കമ്പനിയായ സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് ഉൽപ്പാദിപ്പിച്ചത്. അത് അവരാണ് ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറിംഗ് കമ്പനി. അത് അറിഞ്ഞൂടാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അറിഞ്ഞു വെച്ചേക്കുക. ലോകത്തിലെ ഏറ്റവും വലിയ വാക്സിൻ മാനുഫാക്ചറിംഗ് കമ്പനി സെറം, SCRUM, സെറം ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ്. അത് പൂനെയിലാണ്. പക്ഷേ ഈ കോവിഷീൽഡിന്റെ കാര്യം ഞാൻ പറഞ്ഞു. പക്ഷെ കോവിഷീൽഡ് യഥാർത്ഥത്തിൽ ഇന്ത്യൻ വാക്സിൻ അല്ല. അത് അസ്ട്രാസെനക്ക എന്ന് പറയുന്ന ഒരു ബ്രിട്ടീഷ് കമ്പനിയും ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയും കൂടെ ചേർന്ന് ഉണ്ടാക്കിയതാണ് ഈ കോവിഷീൽഡ്. പക്ഷേ കോവാക്സിൻ പക്ക ഇന്ത്യൻ വാക്സിൻ ആണ്. അത് ഡെവലപ്പ് ചെയ്തത് ഇന്ത്യയുടെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ സ്ഥാപനമായ ICMR, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചും ഹൈദരാബാദ് ബേസ് ചെയ്തിട്ടുള്ള ഭാരത് ബയോടെക്കും ചേർന്നാണ്. അപ്പൊ ഈ ICMR ഭാരത് ബയോടെക്കും ചേർന്ന് ഡെവലപ്പ് ചെയ്ത കോവാക്സിന്റെ സേഫ്റ്റി സ്റ്റഡി ഈ ഇടയ്ക്ക് BHU നടത്തി. BHU ആരാണെന്ന് വെച്ചാൽ ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. BHU ആരാണ്? ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി. BHU നടത്തി. അവരുടെ മാത്രമല്ല കോവിഷീൽഡിനെ നടത്തി. കോവാക്സിന് മാത്രമല്ല കോവിഷീൽഡിനെ നടത്തി. പക്ഷേ ആ സേഫ്റ്റി സ്റ്റഡിയിൽ ഒരുപാട് അൺസയന്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ അത് വളരെയധികം ക്രിട്ടിസൈസ് ചെയ്യപ്പെട്ടു. അതിനെ ഏറ്റവും കൂടുതൽ ക്രിട്ടിസൈസ് ചെയ്തത് ഗവൺമെന്റിന്റെ ആമും ഇതിന്റെ കോ ഡെവലപ്പറുമായ ICMR ആണ്, ഇന്ത്യൻ കൗൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ച് ആണ്. പക്ഷെ അതിന് ഈ റൈറ്റർ, ഈ ആർട്ടിക്കിൾ എഴുതിയ ആള് അംഗീകരിക്കുന്നുണ്ട്. ഡെഫിനറ്റ്ലി BHU safety study was prone to many errors because of the unscientific methods used in that particular study. പക്ഷേ എന്നിരുന്നാലും ഇവിടെ വേറൊരു വിഷയം ആണ് അദ്ദേഹം ഈ പറയുന്നത്. ഞാൻ അതുകൊണ്ട് തന്നെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത് ഇത്രയേ ഉള്ളൂ. ഇതിൻ്റെ അകത്ത് ഈ കോവാക്സിൻ ആണല്ല, ഏത് വാക്സിൻ ആണെങ്കിലും 3 ഫേസസിൽ ഇതിന്റെ സേഫ്റ്റി സ്റ്റഡി ഉണ്ട്. അപ്പൊ phase 1-ന്റെയും phase 2-ന്റെയും സേഫ്റ്റി സ്റ്റഡിയുടെ എല്ലാ ഡീറ്റെയിൽസും കോവാക്സിന്റെ കേസിൽ ഇവര് കോ ഡെവലപ്പേഴ്സായ ICMR അല്ലെങ്കിൽ ഭാരത് ബയോടെക് ഒക്കെ പുറത്തു വിട്ടിട്ടുണ്ട്. പക്ഷെ phase 3 സ്റ്റഡി കംപ്ലീറ്റ് ആയിട്ട് 2 ഇയേഴ്സ് കഴിഞ്ഞു. 2 ഇയേഴ്സ് 2021 തന്നെ 2020 കോവിഡ് വരുന്നത്. 2021 തന്നെ ഒരു തേർഡ് phase 3 സ്റ്റഡിയും കഴിഞ്ഞാണ്. പക്ഷെ ഇത്രയും കഴിഞ്ഞ് 2-2.5 വർഷം കഴിഞ്ഞിട്ടും ഈ phase 3 സ്റ്റഡിയുടെ ഒരു ഡ്രാഫ്റ്റ് റിപ്പോർട്ട് അവർ ആദ്യം പുറത്തുവിട്ടു. അത് 2021 തന്നെ പുറത്തുവിട്ടാണ്. അല്ലാതെ 2.5 ഇയേഴ്സ് കഴിഞ്ഞിട്ടും ഇതിന്റെ യഥാർത്ഥ ഫൈനൽ റിപ്പോർട്ട് phase 3യുടെ അവർ പുറത്തുവിടുന്നില്ല. അത് എന്തുകൊണ്ടാണ് എന്നുള്ളതിനെ കുറിച്ചാണ്. അത് തെറ്റാണ്, ആ ഒരു തെറ്റായ നടപടിയാണ്. ഇത്രയും കാലം കഴിഞ്ഞിട്ട് എന്തുകൊണ്ട് phase 3 സേഫ്റ്റി സ്റ്റഡിയുടെ ഫൈനൽ റിപ്പോർട്ട് ICMRും ഭാരത് ബയോടെക്കും പുറത്തുവിടാത്തത്? BHU കണ്ടുപിടിച്ചത് തന്നെ അതിൽ കുറെ സേഫ്റ്റി ഇഷ്യൂസ് ഉണ്ടെന്നായിരുന്നു. പക്ഷെ ആ കണ്ടുപിടുത്തത്തിൽ വലിയ കാര്യമില്ല. കാര്യം BHUവിന്റെ സ്റ്റഡി അത്ര സയന്റിഫിക് അല്ലായിരുന്നു, അതിൽ കുറെ എറേഴ്സ് ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ എന്നിരുന്നാലും ഇവർ നടത്തിയ സേഫ്റ്റി സ്റ്റഡിയുടെ റിപ്പോർട്ട് പുറത്തുവിടണ്ടേ? അപ്പൊ അതിനെ കുറിച്ചാണ്. പ്രത്യേകിച്ച് ഭാരത് ബയോടെക് എന്ന് പറയുന്ന ഇന്ത്യൻ കമ്പനിക്ക് ഈ സേഫ്റ്റി സ്റ്റഡി നടത്തി ടൈം ബൗണ്ട് ആയിട്ട് ഓരോ ഫേസിന്റെയും ഈ സേഫ്റ്റി സ്റ്റഡി റിപ്പോർട്ടുകൾ പുറത്തുവിടുന്നതിൽ വളരെ ഇംപെക്കബിൾ ആയിട്ടുള്ള റെക്കോർഡുള്ള കമ്പനിയാണ്. വളരെ നീറ്റ് ആയിട്ട് അവർ ചെയ്യുന്നവരാണ്. പക്ഷെ ഇതിന്റെ മാത്രം അവർ പുറത്തു വിടുന്നില്ല. അതിന്റെ കാര്യം എന്താണെന്നാണ് ഈ ആർട്ടിക്കിളിൽ ചോദിച്ചേക്കുന്നത്. ഓക്കെ, ഇനി നെക്സ്റ്റ് പേജ് പോകുമ്പോൾ ഇതൊന്നും നമുക്ക് വലിയ ആവശ്യമുള്ളതല്ല. എന്നാലും ജസ്റ്റ് ഞാൻ ഇതും കൂടെ ഒന്ന് പറഞ്ഞേക്കാം. നിങ്ങൾ വായിക്കാൻ താല്പര്യമുള്ളവർക്ക് വായിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ വേറൊരു കാര്യം, വായിക്കണം. നമ്മളുടെ കോംപ്രിഹെൻഷൻസ് എബിലിറ്റിയെ കൂടാൻ വേണ്ടിയിട്ട് വായിക്കുക. പിന്നെ ഈ സിവിൽ സർവീസ് ഒക്കെ ആസ്പിരൻസ് ആവശ്യമുള്ളത് മാത്രം വായിച്ചാൽ മതി. ഓക്കെ, ഡിഫെൻഡിങ് ഡിസബിലിറ്റി റിസർവേഷൻ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ. ഇത് മഹാരാഷ്ട്രയിൽ ഇപ്പോൾ സിവിൽ സർവീസ് ഒരു ഫേക്ക് ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റും
ഫേക്ക് ആയിട്ടുള്ള കാസ്റ്റ് സർട്ടിഫിക്കറ്റും ഒക്കെ വച്ച് പരീക്ഷ എഴുതി സിവിൽ സർവീസ് കടന്നുകൂടിയ പൂജ കേത്കർ എന്ന് പറയുന്ന ഒരു IAS ഉദ്യോഗസ്ഥരുണ്ട്. അവർ IAS ഇപ്പം മിക്കവാറും UPSC ഒരു സ്ട്രിപ്പ് ചെയ്യും IAS ന്ന്. അപ്പോൾ അത് അവരെ മുസൂറിയിലൊക്കെ ട്രെയിനിങ് അക്കാഡമിയിലേക്കൊക്കെ തിരിച്ചു വിളിച്ചേക്കും. അപ്പൊ അതിന്റെ ഇടയിൽ ഒരു വലിയ വിവാദം ഉണ്ടായി. യഥാർത്ഥത്തില് ഈ PWD കാൻഡിഡേറ്റ്സ്, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ്, സിവിൽ സർവീസ് ഇരിക്കാൻ യോഗ്യരാണോ എന്നുള്ളൊരു വിഷയം ഉണ്ടായി. അതായത് പല ഭയങ്കര ഡിമാൻഡിങ് ആയിട്ടുള്ള ടൈം ബൗണ്ട് ആയിട്ട് ജോലികൾ ചെയ്ത് തീർക്കേണ്ട, റിയൽ ടൈമിൽ വർക്ക് ചെയ്യേണ്ട ഒരുപാട് ജോബുകൾ UPSC വഴി സിവിൽ സർവീസിൽ കയറുന്ന IAS IPS ഒക്കെ ചെയ്യണം. അപ്പൊ അത് ഈ PWD കാൻഡിഡേറ്റ്സിന് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് അവരെ ഇതിന് പരിഗണിക്കരുത്. ഈ ഇടയ്ക്ക് ഒരു സിവിൽ സർവീസ് ഉദ്യോഗസ്ഥ തന്നെ, ഒരു IAS കാരി അത് പറഞ്ഞു. ഒപ്പം നിതി ആയോഗിന്റെ ഭാഗത്ത് നിന്നും ഇതിനെക്കുറിച്ച് ഈ ഇടയ്ക്ക് ഒരു പരാമർശം ഉണ്ടായി, PWD കാൻഡിഡേറ്റ്സിന് സിവിൽ സർവീസ് കൊടുക്കുന്നതിനെ കുറിച്ച്. അപ്പൊ ഇതില് ഒന്ന് രണ്ട് ആൾക്കാരുടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. ചില അസുഖങ്ങൾ ബാധിച്ച കാർത്തിക് കൻസാൽ, പിന്നീട് വേറൊരു ലേഡിയുടെ പേരും പറയുന്നുണ്ട്. ഇവര് ഒന്ന് രണ്ട് പേർക്ക് ഇത് UPSC പിന്നെ ഇതുപോലുള്ള സെലക്ഷൻ കിട്ടിയതിനു ശേഷം അവർക്ക് പ്രോപ്പർ ആയിട്ടുള്ള പോസ്റ്റിംഗ് ഒന്നും കൊടുക്കുന്നില്ല. ഇറാ സിംഗാൾ ഇങ്ങനെയൊക്കെ, ഇറാ സിംഗാളിനൊക്കെ പോസ്റ്റിംഗ് കിട്ടി. പക്ഷെ അവർ കുറെ സ്കാറ്റിനെയൊക്കെ അപ്രോച്ച് ചെയ്യേണ്ടത്. കാറ്റ് അറിയാലോ, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ, സെൻട്രൽ സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് എന്തെങ്കിലുമൊക്കെ ഗ്രീവൻസസ് ഉണ്ടെങ്കിൽ അപ്രോച്ച് ചെയ്യേണ്ട കോടതിയാണ് കാറ്റ്, സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ. അവരെയൊക്കെ അപ്രോച്ച് ചെയ്തിട്ടാണ് കിട്ടിയത്. പക്ഷെ വേറൊരാൾക്ക് പോസ്റ്റിംഗ് പോലും കൊടുത്തില്ല അവർ, ചില റീസൺസും ഉണ്ട്. അപ്പൊ ഇതെല്ലാം കോറിലേറ്റ് ചെയ്തുകൊണ്ട് ഇത് പറഞ്ഞേക്കുന്നതാണ്, ഈ ഒരു ആർട്ടിക്കിളിൽ പറഞ്ഞേക്കുന്ന ഈ PWD റിസർവേഷൻ എന്ന് പറയുന്ന സംഭവം ഈ PWD കാൻഡിഡേറ്റ്സിന് കൊടുക്കുന്നത് അത് അതിൻ്റെതായ റീസൺസ് ഉണ്ട്. മറ്റ് OBC SC ST കാറ്റഗറിയിലുള്ള ആൾക്കാർ കൊടുക്കുന്ന പോലെ തന്നെ നമ്മളുടെ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 15-ലും ആർട്ടിക്കിൾ 16-ലും പറഞ്ഞേക്കുന്ന റൈറ്റ് ഇക്വാലിറ്റി, ഈ എംപ്ലോയ്മെന്റിലും പിന്നീട് എഡ്യൂക്കേഷനിലും ഒക്കെ ഇക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ റിസർവേഷൻ കൊണ്ടുവന്നേക്കുന്നത്, ഏതെങ്കിലും തരത്തിലുള്ള ഡിസ്ക്രിമിനേഷൻ ഒഴിവാക്കാനും. അപ്പോൾ എന്തെങ്കിലും ചില ആൾക്കാർ മിസ്റ്റേക്കുകൾ കാണിക്കുന്നതിന്റെ പേരിൽ കംപ്ലീറ്റ്ലി ആ റിസർവേഷൻ എടുത്ത് കളയണമെന്ന് പറഞ്ഞ നല്ല തെറ്റുകൾ. പിന്നെ നമ്മളുടെ ഇന്ത്യയിലെ ഈ PWD കാൻഡിഡേറ്റ്സിന്റെ ആ ഒരു ഡിസബിലിറ്റി കണ്ടെത്തി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്ന മെത്തേഡ് പോലും UN അനുശാസിക്കുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമാണ്. നമ്മളിവിടെ പെർസെന്റേജ് അല്ലേ കണ്ടുപിടിക്കുന്നത്, 40% ഡിസബിലിറ്റി, 50% ഡിസബിലിറ്റി. അതിൽ തന്നെ യഥാർത്ഥത്തിൽ അങ്ങനെ അല്ല ചെയ്യേണ്ടത്. ഇപ്പോഴത്തെ പുതിയ രീതി അനുസരിച്ച് അങ്ങനെ അല്ല. അതിന്റെ കാര്യങ്ങളൊക്കെ ഇതിൽ പറയുന്നുണ്ട്. പിന്നെ ഇത് ചെയ്യാനുള്ള എക്സ്പെർട്ടുകളുടെ കുറവ്. പിന്നെ UPSCയുടെ കാര്യത്തിലാണെങ്കിൽ അവർക്കൊരു ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്യപ്പെട്ട് അത് പരീക്ഷ എഴുതിയ ആളാണെങ്കിലും UPSC പിന്നെ വേറെ ഒരു ഡിസബിലിറ്റി ടെസ്റ്റിംഗ് കൂടെ നടത്തും. അപ്പൊ 2 ഔട്ട്കംസ് വരും. ഈ ഔട്ട്കംസ് തമ്മിൽ കോൺട്രഡിക്ഷൻ പലപ്പോഴും ഉണ്ടാവുന്നുണ്ട്. ഇങ്ങനെ കുറെ വിഷയങ്ങളെ കുറിച്ചാണ് ഈ പറഞ്ഞേക്കുന്നത്. അപ്പൊ എന്തായാലും ഇതും നമുക്ക് അത്രത്തോളം ആവശ്യമുള്ളതൊന്നുമല്ല, വേണമെങ്കിൽ വായിച്ചു നോക്കുമെന്നേ ഞാൻ പറയുന്നുള്ളൂ. ഇനി അതിനടുത്ത പേജിൽ പോകുമ്പോൾ ഓൺ റിസർവേഷൻസ് ആൻഡ് ദ OBC ക്രീമി ലെയർ എന്ന് പറയുന്ന ഒരു ആർട്ടിക്കിൾ ഉണ്ട്. അതൊന്ന് ജസ്റ്റ് മനസ്സിലാക്കി വെച്ചേക്കാം. ഓൺ റിസർവേഷൻ ആൻഡ് ദ OBC ക്രീമി ലെയർ. ഇത് സംഗതി എന്ന് പറയുന്നത് ഇവിടെ ഇത് തന്നെയാണ് വിഷയം. നമ്മളുടെ ഈ റിസർവേഷൻ എന്ന് പറയുന്ന സംഗതി പലപ്പോഴും അനർഹമായ ആൾക്കാർക്ക് കിട്ടുന്നു. OBCയിൽ പല ആൾക്കാരും ഈ നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് ഉള്ള സംഭവം ഇത് പിന്നീട് പലപ്പോഴും തെറ്റായ മാർഗങ്ങളിൽ കൂടെ സമ്പാദിക്കുന്നു, കൃത്രിമമായിട്ട്. അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്തോ, അല്ലെങ്കിൽ കൈക്കൂലി കൊടുത്ത് അങ്ങനെ കിട്ടത്തില്ല. അതിനേക്കാൾ ഈ പേരൻസ് ഒക്കെ അവരുടെ ചിലപ്പോൾ ജോലി തന്നെ നേരത്തെ വോളണ്ടറി റിട്ടയർമെന്റ് ഒക്കെ എടുക്കും മക്കളുടെ നോൺ ക്രീമിലെയർ സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി. കാര്യം 8 ലക്ഷത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടെങ്കിൽ അവര് ക്രീമിലെയർ ആണ്, അവർക്ക് OBC റിസർവേഷൻ കിട്ടത്തില്ല. പിന്നെ ഈ ഷെഡ്യൂൾഡ് കാസ്റ്റ്, ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റിയിലാണെന്നുണ്ടെങ്കിൽ ക്രീമിലെയർ എന്നുള്ള സംവിധാനം ഉണ്ടാക്കിയിട്ടില്ല. അപ്പൊ അതുകൊണ്ടൊക്കെ എന്ത് അതായത് ഷെഡ്യൂൾ കാസ്റ്റ്, ഷെഡ്യൂൾ ട്രൈബ് കമ്മ്യൂണിറ്റി. ഇപ്പൊ ഞാൻ ഷെഡ്യൂൾ കാസ്റ്റ് കമ്മ്യൂണിറ്റിയുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ എനിക്ക് എന്റെ അച്ഛന് 20 lakhs പെർ ആനം സാലറി അല്ലെങ്കിൽ വരുമാനം ഉണ്ടെങ്കിലും എനിക്ക് റിസർവേഷൻ കിട്ടും. അത് വലിയൊരു തെറ്റാണ്. കാരണം എക്കണോമിക്കലി ബാക്ക്വേർഡ് ആയിട്ടുള്ള ആൾക്കാർക്ക് അപ്പൊ സ്വാഭാവികമായിട്ടും റിസർവേഷൻ. ഇപ്പൊ ഞാനിപ്പോ ഒരു SC കമ്മ്യൂണിറ്റിയിലുള്ള ആളാണ്, ഞാൻ എക്കണോമിക്കലി അപ്പർ ആ ഒരു ഇതിൽ വരുന്നതാണെന്നുണ്ടെങ്കിൽ എനിക്ക് നല്ല കോളേജിൽ പഠിക്കാൻ പറ്റും, നല്ല സ്കൂളിൽ പഠിക്കാൻ പറ്റും. സ്വാഭാവികമായിട്ട് എനിക്ക് നല്ല എഡ്യൂക്കേഷൻ കിട്ടുന്നുണ്ട്. എനിക്ക് ആ ജോലിയിലെ റിസർവേഷൻ ഉപയോഗപ്പെടുത്തി എനിക്ക് ആ ജോലി എഴുതിയെടുക്കാൻ പറ്റും. പക്ഷെ അവിടെ റിസർവേഷൻ പരാജയപ്പെടുകയല്ലേ ചെയ്യുന്നത്. കാരണം അവിടുത്തെ
അപ്പൊ ആ കമ്മ്യൂണിറ്റി തന്നെ, ഇപ്പൊ എന്റെ SC കമ്മ്യൂണിറ്റി, ഞാൻ ഏത് കമ്മ്യൂണിറ്റിയിലാണോ ഉള്ളത് ആ കമ്മ്യൂണിറ്റി തന്നെ വളരെ പാവപ്പെട്ട ഒരുത്തൻ കാണും, ഒരു ഡെയിലി വേജ് ഏണറുണ്ട്, അല്ലെങ്കിൽ ഒരു വരുമാനമില്ലാത്ത ഫാമിലിയിലെ ഒരു കുട്ടി. അവന് പക്ഷെ സാധാ സ്കൂളിലേ പഠിക്കാൻ പറ്റൂ, സർക്കാരിന്റെ ആനുകൂല്യങ്ങൾ മാത്രം നേടി സർക്കാരിന്റെ മിഡ് ഡേ മീലും കഴിച്ച് ആയിരിക്കും അവൻ വളരുന്നത്. അപ്പൊ അവന് മറ്റവനോട് എങ്ങനെ കോമ്പീറ്റ് ചെയ്യാൻ പറ്റും? അപ്പൊ അതിലും ക്രീമി ലെയർ വേണ്ടേ? അപ്പൊ അതിനെ കുറിച്ച് പറയുന്നുണ്ട്. അത് പക്ഷേ അതിലൊക്കെ ഡിസിഷൻ എടുക്കാൻ നല്ല കോൺട്രവേഴ്സ്യൽ ആയിട്ടുള്ള സംഭവമാണ്, പൊളിറ്റിക്കലി ഭയങ്കര പ്രശ്നമാവും. അപ്പൊ അതുകൊണ്ട് ഇവിടെ ആരും തൊടൂല രാഷ്ട്രീയക്കാരെന്ന്, അതാണ് എന്റെ കുഴപ്പം പറഞ്ഞത്. അപ്പൊ ഈ OBC റിസർവേഷൻ ഒക്കെ ഇവിടെ 27% ആണ് OBC റിസർവേഷൻ, SC റിസർവേഷൻ 15% ആണ്, 7.5% ആണ് ST റിസർവേഷൻ. ടോട്ടൽ എത്ര പെർസെന്റേജ് ആവാവുള്ളൂ? 50% ആവാവുള്ളൂ. കോൺസ്റ്റിറ്റ്യൂഷണലി മാൻഡേറ്റഡ് ആണ് 50%. പക്ഷെ അങ്ങനെയാണെങ്കിൽ 10% പക്ഷേ EWS ഉണ്ട്. ആ EWS ആക്ച്വലി ഈ 50% റിസർവേഷനിൽ നിന്ന് എടുത്തല്ല അത് ഉണ്ടാക്കിയേക്കുന്നത്, ബാക്കി 50% നിന്ന് എടുത്താണ് ഉണ്ടാക്കിയേക്കുന്നത്. പക്ഷെ അത് സുപ്രീം കോടതി പക്ഷേ ചില ക്രൈറ്റീരിയാസിന്റെ ബേസിൽ അത് അനുവദിച്ചു. ഈ ഇടയ്ക്ക് അതിനെ കുറിച്ച് കോൺസ്റ്റിറ്റ്യൂഷൻ വയലേഷൻ ആണെന്ന് പറഞ്ഞൊക്കെ ക്വസ്റ്റൻ ഉണ്ടായി. കാര്യം ഒരിക്കലും എക്കണോമിക് ബാക്ക്വേർഡ്നെസിന്റെ അടിസ്ഥാനത്തിലല്ല റിസർവേഷൻ കൊടുക്കേണ്ടത്. അതായത് നമ്മളുടെ ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള ഈ സോഷ്യൽ സ്റ്റിഗ്മയൊക്കെ കൊണ്ട് പിന്തള്ളപ്പെട്ടു പോയ, സൈഡ് ലൈൻ ചെയ്യപ്പെട്ടു പോയ ആൾക്കാർക്കാണ് റിസർവേഷൻ കൊടുക്കേണ്ടതെന്നാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതി വെച്ചത്. അപ്പൊ ഇത് കോൺസ്റ്റിറ്റ്യൂഷൻ എഗെയിൻസ്റ്റ് ആണ് ഈ 10% EWS എക്കണോമിക് ബേസിലല്ലേ ആ റിസർവേഷൻ കൊടുത്തേക്കുന്നത് എന്നും പറഞ്ഞാണ് അന്ന് സുപ്രീം കോടതി അപ്രോച്ച് ചെയ്തു. പക്ഷേ സുപ്രീം കോടതി ആ റിസർവേഷൻ പക്ഷേ മെയിൻറ്റൈനബിൾ ആണെന്ന് അംഗീകരിക്കുകയും ചെയ്തു. അപ്പൊ ഇതാണ് ഇന്ത്യയിൽ നിലവിലുള്ള റിസർവേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞ ഈ 27% OBC റിസർവേഷനിലാണ് എന്തുള്ളത്? ക്രീമി ലെയർ ഉള്ളത്. ക്രീമി ലെയർ എന്ന് പറയുന്ന സംവിധാനം, ക്രീമി ലെയർ എന്ന് പറഞ്ഞാൽ മിക്കവാറും എല്ലാ ഇന്ത്യൻ സ്റ്റേറ്റുകളിലും 8 lakhs കൂടുതൽ വരുമാനം നമ്മളുടെ പേരൻസിന് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ പിള്ളേർ ക്രീമി ലെയർ ആയിരിക്കും. അവർക്ക് നോൺ ക്രീമി ലെയർ സർട്ടിഫിക്കറ്റ് കിട്ടത്തില്ല, അതായത് അവർക്ക് OBC റിസർവേഷൻ കിട്ടത്തില്ല. പക്ഷെ അത് SC ST ഇല്ല. എന്നാല് അതും വന്നാലേ SC ST റിച്ച് ആയിട്ടുള്ള ആൾക്കാർ റിസർവേഷന്റെ ബെനിഫിറ്റ് കൊണ്ടുപോകുന്നത് നമുക്ക് ഒഴിവാക്കാൻ പറ്റൂ. പിന്നെ ഇതിന്റെ അകത്ത് പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യം, ഇന്ത്യയിലെ OBC കാസ്റ്റുകൾ 2500ഓളം ഉണ്ട്. അതിൽ 1000ഓളം OBC കാസ്റ്റുകൾക്ക് ഒറ്റ മനുഷ്യർ സർക്കാർ ജോലിയിലില്ലെന്നാ പറയുന്നത്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? നമ്മളുടെ OBC റിസർവേഷന്റെ, അതെ SC റിസർവേഷനിൽ ഏതാണ്ട് അങ്ങനെയൊക്കെ തന്നെയാണ്, OBC റിസർവേഷന്റെ മൊത്തം OBC റിസർവേഷൻ കൊണ്ടുവന്ന വെറും 25% OBC കാസ്റ്റുകളാണെന്ന് എഴുതി പറഞ്ഞേക്കുന്നത്. ഓൾമോസ്റ്റ് മൊത്തം OBC റിസർവേഷൻ കൊണ്ടുവന്നത് വെറും 25% OBC കാസ്റ്റുകളാണ്. അപ്പൊ അതുകൊണ്ട് എന്താ വേണ്ടത്? OBCക്കകത്ത് സബ് കാറ്റഗറൈസേഷൻ വരണമെന്ന് ഈ ആർട്ടിക്കിളിന്റെ അകത്ത് പറയുന്നുണ്ട്, OBC റിസർവേഷന്റെ അകത്ത്. അതായത് OBCക്ക് എന്ന് പറഞ്ഞാൽ 27% കൊടുക്കുക. അതാ OBCയിൽ ഇപ്പൊ കേരളത്തിന്റെ കേസാണെങ്കിൽ ഈഴവയ്ക്ക് ഇത്ര കൊടുക്കുക, വിശ്വകർമ്മയ്ക്ക് ഇത്ര കൊടുക്കുക, മുസ്ലിമിന് ഇത്ര കൊടുക്കുക, അതാണ് സബ് കാറ്റഗറൈസേഷൻ. അങ്ങനെ ആകുമ്പോൾ എല്ലാവർക്കും കിട്ടും. മനസ്സിലായോ? അപ്പം അത് ഷെഡ്യൂൾ കാസ്റ്റിലും പറയണം. ഷെഡ്യൂൾ കാസ്റ്റിലും ഇതുപോലെ അത്യാവശ്യം അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ചില SC കമ്മ്യൂണിറ്റീസ് ഉണ്ട്, അവരാണ് റിസർവേഷന്റെ കംപ്ലീറ്റ് ബെനിഫിറ്റും കിട്ടുന്നത്. ബാക്കി ചില SCയിലെ തന്നെ ചില SC കമ്മ്യൂണിറ്റീസിന് റെപ്രസെന്റേഷൻ ഒന്നുകിൽ അണ്ടർ റെപ്രസെന്റേഷൻ ആയിരിക്കും, ചിലപ്പോൾ 0 റെപ്രസെന്റേഷൻ ആയിരിക്കും. അപ്പൊ സബ് കാറ്റഗറൈസേഷൻ പറയണം. അപ്പം അതിനെ കുറിച്ച് ഇത് പറഞ്ഞേക്കുന്നത്. പിന്നെ ഇതിപ്പോ ഡിസ്കസ് ചെയ്യാൻ കാര്യം വേറെ ഒന്നും കൊണ്ടല്ല, 1-2 കാര്യങ്ങൾ. ഒന്ന് ആർട്ടിക്കിൾ 15 കുറിച്ചും ആർട്ടിക്കിൾ 16 കുറിച്ചും ഇതിനകത്ത് പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 15-ഉം 16-ഉം നിങ്ങൾക്ക് അറിയാം, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഫണ്ടമെന്റൽ റൈറ്റ്സിന്റെ അകത്ത് വരുന്ന 2 ആർട്ടിക്കിൾസ് ആണ്. ഈ നമ്മളുടെ ഓപ്പർച്യൂണിറ്റീസിൽ ഈക്വാലിറ്റി, ആർട്ടിക്കിൾ 14 പറയുന്നത് നമ്മളുടെ ഈക്വൽ ആയിട്ട് എല്ലാവരും നമ്മളെ ട്രീറ്റ് ചെയ്യണം എന്നുള്ള ആർട്ടിക്കിൾ 14, റൈറ്റ് ടു ഈക്വാലിറ്റി. 15-16 പറയുന്ന ഓപ്പർച്യൂണിറ്റീസിൽ ഡിസ്ക്രിമിനേഷൻ പാടില്ല, അവിടെ പിന്നീട് ഈക്വാലിറ്റി വേണമെന്നാണ്. അപ്പം 14-ഉം 15-ഉം 16-ഉം ഒക്കെ ഈക്വാലിറ്റി ആണ് പല രീതിയിൽ പറഞ്ഞു വെക്കുന്നത്. ആ ഈക്വാലിറ്റി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്, സോഷ്യൽ ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് റിസർവേഷൻ വരുന്നത്. അപ്പൊ ആ കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസിനെ കുറിച്ച് അവിടെ പറയുന്നുണ്ട്, അതൊരു കാര്യം. പിന്നെ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട്, അതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു സംഭവമാണ്. അതിന്റെ ബേസിലൊക്കെയാണ് അതൊരു OBC റിസർവേഷൻ ഇല്ലായിരുന്നു. മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് 80-ൽ വരുന്നു. പിന്നെ VP സിംഗ് ഗവൺമെന്റ് 1990 നടപ്പാക്കുമ്പോഴാണ് 27 റിസർവേഷൻ വരുന്നത്. അതിന് സുപ്രീം കോർട്ടിൽ ക്വസ്റ്റ്യൻ ചെയ്യുന്നു. ഇന്ദിരാ സാവ്നി കേസ് എന്ന് പറഞ്ഞൊരു കേസിൽ സുപ്രീം കോർട്ട് അന്ന് അത് അപ്ഹെൽഡ് ചെയ്യുന്നു, 27% OBC റിസർവേഷൻ. അങ്ങനെയുള്ള കുറച്ച് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഇതിന്റെ അകത്ത് ഉള്ളത് കൊണ്ടാണ് ഞാനിത് പറയാൻ കാര്യം ആർട്ടിക്കിൾ. അതുപോലെ ഈ ക്രീമി ലെയർ എന്ന് പറഞ്ഞ സംഭവം വരുന്നത് നന്ദൻ പ്രസാദ് കമ്മിറ്റി 1993 എന്ന് പറഞ്ഞ ഒരു കമ്മിറ്റിയുടെ ബേസിലാണ് ക്രീമി ലെയർ, OBCക്കകത്ത് ക്രീമി ലെയർ സംവിധാനം വരുന്നത്. രാംനന്ദൻ പ്രസാദ് കമ്മിറ്റി, ജസ്റ്റിസ് രാംനന്ദൻ പ്രസാദ് കമ്മിറ്റി 1993. അതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചേക്കണം. ഓക്കെ. പിന്നെ സൗത്ത് ആഫ്രിക്കയിൽ ഒരു ക്ലൈമറ്റ് ലോയെ കുറിച്ച് പറഞ്ഞേക്കാം, നമുക്ക് വേണ്ട. പിന്നെ അതിന്റെ അടുത്ത പേജുകളിലേക്ക് പോകുമ്പോൾ
പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് പ്രോഗ്രാമിനെ കുറിച്ച് ഇവിടെ ജസ്റ്റ് ഒരു പരാമർശമുണ്ട്. പ്രധാനമന്ത്രിയുടെ മൻ കി ബാത്ത് അറിയാലോ, മന്ത്ലി റേഡിയോ അഡ്രസ് ടു ദ നേഷൻ ബൈ ദ പ്രൈം മിനിസ്റ്റർ, അതാണ് മൻ കി ബാത്ത് എന്ന പേരിൽ അറിയപ്പെടുന്നത്. പിന്നീട് ഇന്ത്യയുടെ സിമന്റ് വിപണിയിൽ വലിയ മത്സരം നടന്നുകൊണ്ടിരിക്കുകയാണ്. കാര്യം ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് മാനുഫാക്ചറർ എന്ന് പറയുന്നത് ആദിത്യ ബിർള ഗ്രൂപ്പിന്റെ അണ്ടറിലുള്ള അൾട്രാടെക് കമ്പനിയാണ്. പക്ഷെ അതിനെ ബീറ്റ് ചെയ്തിട്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് മാനുഫാക്ചർ ആവാനാണ് ഗൗതം അദാനിയുടെ ഗ്രൂപ്പ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനുവേണ്ടിയിട്ട് ഒരുപാട് അക്വിസിഷൻസ് ഇപ്പം അദാനി ഗ്രൂപ്പ് നടത്തി. അപ്പം അൾട്രാടെക്കും വെറുതെ ഇരിക്കുന്നില്ല. ആദിത്യ ബിർള ഗ്രൂപ്പ് അവര് ACC, ഇന്ത്യയിലെ സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും വലിയ സിമന്റ് കമ്പനിയാണ് ACC എന്ന് പറയുന്നത്. ACC അല്ല, സോറി, ഇന്ത്യ സിമന്റ്സ്. അവരാണല്ലോ ഈ ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ഓണേഴ്സാ. അവരെ മെജോറിറ്റി ഷെയർ അൾട്രാടെക് വാങ്ങുന്നത്. അതിനെ കുറിച്ചൊരു ന്യൂസ് ആണ്, അത് ജസ്റ്റ് ബിസിനസ് ന്യൂസ് ആണ്. പിന്നെ ബ്രിങ് ബാക്ക് നേതാജീസ് റിമെയിൻസ് ഫ്രം ജപ്പാൻ, ഗ്രാൻഡ് നെഫ്യൂ ടു PM. അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസ്, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ നമ്മളെല്ലാവരും ഏറ്റവും കൂടുതൽ റെസ്പെക്ട് ചെയ്യുന്ന ഇന്ത്യയിലെ മരണമില്ലാത്ത ഹീറോ, നാഷണൽ ഹീറോ. അദ്ദേഹത്തിന് അവസാനം എന്ത് സംഭവിച്ചു എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു അൺസർട്ടനിറ്റി ഉണ്ട്. ഒരുപാട് ആൾക്കാർ അദ്ദേഹം പിന്നീട് സൈബീരിയയിലൊക്കെ ജീവിച്ചിരുന്നെന്നും അവിടെ ജയിലിൽ കിടന്നു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ മെജോറിറ്റി വിശ്വസിക്കുന്നത് അദ്ദേഹം ഒരു പ്ലെയിൻ ക്രാഷിൽ 1945 മരിച്ചു എന്നും ജപ്പാനിൽ അദ്ദേഹത്തിന്റെ റിമൈൻസ് സൂക്ഷിച്ചിട്ടുണ്ടെന്നാണ്. അദ്ദേഹത്തിന്റെ ഗ്രാൻഡ് നെഫ്യൂ പറഞ്ഞേക്കുന്ന ആ റിമൈൻസ് സൂക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അടുത്ത മാസം അത് ഇന്ത്യയിലേക്ക് തിരികെ എത്തിക്കാനുള്ള സംവിധാനം ഇന്ത്യ ഗവൺമെന്റ് ചെയ്യണമെന്നാണ്. അപ്പൊ അത് ഇപ്പോഴും ഗവൺമെന്റ് ക്ലാരിഫൈ ആയിട്ടുള്ള അതൊരു സംഭവമാണ്. നേതാജിക്ക് അവസാനം എന്ത് സംഭവിച്ചെന്നുള്ളതാണ്. ഒഫീഷ്യലി ഇതൊരിക്കലും അത് ക്ലാരിഫൈ ആയിട്ടില്ല. പിന്നെ ഇത് TV സോമനാഥനും ആയിട്ടൊരു ഇന്റർവ്യൂ ആണ്. TV സോമനാഥനെ കുറിച്ച് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു, ഇന്ത്യയുടെ ഫിനാൻസ് സെക്രട്ടറിയാണ്. ഫിനാൻസ് സെക്രട്ടറിയുടെ അഡീഷണൽ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഞാൻ പറഞ്ഞു. India government finance ministry is issuing 1 rupee currency notes. The person responsible for signing on 1 rupee currency note is finance secretary. In all other currency notes, Reserve Bank of India's governor will sign. Okay. അപ്പൊ അത് മാത്രമല്ല അദ്ദേഹത്തിന്റെ ജോലി, ഞാൻ ജസ്റ്റ് ഒരു ജോലി പറഞ്ഞാണ്. പിന്നെ മണിപ്പൂർ ചീഫ് മിനിസ്റ്റർ ബീരേൻ സിംഗ് ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററുമായിട്ട് ഒരു മീറ്റിംഗ് നടത്തിയതിനെ കുറിച്ചൊക്കെ ഒരു ന്യൂസ്. പിന്നെ ഇന്നലെ പുതിയ 6 ഗവർണേഴ്സിനെ ഇന്ത്യയിലെ പ്രസിഡന്റ് അപ്പോയിന്റ് ചെയ്തു. ഈ ഗവർണേഴ്സിന്റെ പേരൊന്നും എല്ലാം കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് ഞാൻ പറയുന്നില്ല. പക്ഷേ മലയാളികളായിട്ടുള്ള 3 പേര് ഇപ്പം ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളിലും ഗവർണറായിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഗോവയിൽ അത് ശ്രീധരൻ പിള്ളയാണ്. ആനന്ദ ബോസ് വെസ്റ്റ് ബംഗാളിലെ ഗവർണർ. ഇന്നലെ അതാ പുതിയൊരു മലയാളി പുതുച്ചേരിയുടെ ഗവർണറായിട്ട് അപ്പോയിന്റഡ് ആയി. പുതുച്ചേരി is not a state, it is a union territory, but there is a legislative assembly and there is a chief minister of Puducherry is നാരായണസ്വാമി. അപ്പൊ അദ്ദേഹത്തിന്റെ മുകളിൽ ഗവർണറായിട്ട് വന്നേക്കുന്ന കൈലാസനാഥനാണ്. കൈലാസനാഥൻ എന്ന് പറഞ്ഞാൽ മോഡിയുടെ ഏറ്റവും പ്രിയപ്പെട്ട ബ്യൂറോക്രാറ്റ് ആണ്. അദ്ദേഹം ഗുജറാത്തിന്റെ ചീഫ് മിനിസ്റ്റർ ആയിരിക്കുമ്പോൾ തൊട്ട് അദ്ദേഹത്തിന്റെ കൂടെ കൊണ്ടു നടന്നതാണ്. റിട്ടയർ ആവാൻ സമ്മതിക്കാതെ എത്രയെങ്കിലും വർഷം അദ്ദേഹത്തിന് എക്സ്റ്റൻഷൻ കൊടുത്തു. ഇപ്പം പുള്ളിയെ ഇവിടുത്തെ പുതുച്ചേരിയുടെ ഗവർണർ ആക്കിയൊക്കെയാണ് കൈലാസനാഥൻ. ഓക്കെ. ക്യാപിറ്റൽ ഗെയിൻസ് ഈസ് ദ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ഇൻകം ക്ലാസ് ക്യാൻ ബി ടാക്സ്ഡ് ഹയർ. എഗെയിൻ സോമനാഥനായിട്ടുള്ള ഇതാണ്, TV സോമനാഥനായിട്ടുള്ള ഒരു ഇന്റർവ്യൂ നടത്തി ഹിന്ദു, അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യമാണ്. ക്യാപിറ്റൽ ഗെയിൻ ആണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോൾ ഫാസ്റ്റസ്റ്റ് ഗ്രോയിങ് ആയിട്ടുള്ള ഇൻകം ക്ലാസ്. അതുകൊണ്ട് തന്നെ അതിനെ ടാക്സ് ചെയ്തേ പറ്റുള്ളൂ. എന്താണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് ഞാൻ കഴിഞ്ഞൊരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത് ഒരു ലോങ് ടൈം ക്യാപിറ്റൽ ഗെയിൻ ആയിട്ട് പൊതുവെ നമ്മൾ പറയുന്നത് ഒരു 1 ഇയർ നമ്മളെ കയ്യിലൊരു അസറ്റ് ഇരിക്കുമ്പോൾ, അതൊരു ഷെയർ ആയിക്കോട്ടെ, ഷെയറിന്റെ പെർസ്പെക്റ്റീവിൽ എടുക്കാം. ഞാൻ ഷെയർ മാർക്കറ്റിൽ നിന്ന് ഒരു 2 ലക്ഷം രൂപയുടെ ഷെയർ വാങ്ങി. 2 ലക്ഷം രൂപയുടെ ഷെയർ വാങ്ങി 1 ഇയർ എന്റെ കൈ വെച്ചേക്കും. അതിന്റെ വില 3 ലക്ഷമായി മാറിയെന്ന് കരുതിക്കോ. അങ്ങനെയാണെങ്കിൽ 1 lakh is the capital gain. So that 1 lakh rupees will be taxed. That is the capital gain. ആ ക്യാപിറ്റൽ ഗെയിനിൽ മാത്രം ഒരു ടാക്സ് വരും 1 lakh rupees. 1 lakh rupees മുകളിൽ അതിപ്പോ സോറി, അത് 1 lakh rupees അല്ല, ഇപ്പൊ അത് 1.25 lakh rupees ആയിട്ട് കൂട്ടി. മുമ്പ് അത് 1 lakh ആയിരുന്നു. In this year's budget, that capital gain threshold for taxing this capital gain has been increased to 1.25 lakhs rupees. 1.25 lakhs ഞാൻ ക്യാപിറ്റൽ ഗെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്റെ 12.5% ടാക്സ് കൊടുക്കേണ്ടി വരും. 12.5% കൊടുത്തില്ല അവർ പിടിച്ചോളും. ഷെയറിലൊക്കെ ആകുമ്പോൾ അവർക്ക് അത് അറിയാം. അപ്പൊ അതാണ് ക്യാപിറ്റൽ ഗെയിൻ എന്ന് പറയുന്നത്. ഓക്കെ, ക്യാപിറ്റൽ ഗെയിൻ ടാക്സ് എന്ന് പറയുന്നത്. മേട്ടൂർ ഡാം എവിടെയാണ് നടന്നിരിക്കുന്നത്? തമിഴ്നാടിലാണ് മേട്ടൂർ ഡാം. കാവേരി റിവറിലാണ് തമിഴ്നാട്ടിൽ മേട്ടൂർ ഡാം. പിന്നെ ഇന്ത്യയുടെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്റർ ജയശങ്കർ, നമ്മളുടെ ആന്റണി ബ്ലിങ്കൻ, അമേരിക്കയുടെ
സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് ആണ്. സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ അവിടുത്തെ എക്സ്റ്റേണൽ അഫയേഴ്സ് മിനിസ്റ്ററാണ് സെക്രട്ടറി ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അവർ രണ്ടുപേരുടെ ടോക്കിയോയിൽ വെച്ച് മീറ്റ് ചെയ്തൊരു ഫോട്ടോ കാണാം. ടോക്കിയോയിൽ എന്തിന് ജയശങ്കറും ആന്റണി ബ്ലിങ്കനും വന്നു? ടോക്കിയോയിൽ ക്വാഡ് ഫോറിൻ മിനിസ്റ്റേഴ്സ് മീറ്റിംഗ് നടക്കുകയാണ്. ക്വാഡ് എന്താണെന്നൊക്കെ അറിയാം. USA, ഓസ്ട്രേലിയ, ജപ്പാൻ, ഇന്ത്യ, ക്വാഡ് 4 രാജ്യങ്ങൾ. ആ ക്വാഡിന്റെ ഫോറിൻ മിനിസ്റ്റേഴ്സിന്റെ മീറ്റിംഗ് നടക്കുന്നു ടോക്കിയോയിൽ. അതിൽ പങ്കെടുക്കുകയാണ് അവർ. CERTIN വാണ്ട്സ് ക്രൗഡ് സ്ട്രൈക്ക് യൂസേഴ്സ് ഓഫ് ഫിഷിംഗ് അറ്റാക്സ്. CERTIN എന്താണെന്ന് പഠിച്ചു വെച്ചേക്കുക. ഇന്ത്യയുടെ CERTIN ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി റെഗുലേറ്റർ ആണ്. ഇന്ത്യയുടെ സൈബർ സെക്യൂരിറ്റി അല്ലെങ്കിൽ സൈബർ സെക്യൂരിറ്റി അവരാണ് CERT. ഇന്ത്യാസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം എന്നുള്ളതാണ് CERTIN. ഇന്ത്യാസ് കമ്പ്യൂട്ടർ എമർജൻസി റെസ്പോൺസ് ടീം. ഓക്കെ. പിന്നെ കുറെ ചീഫ് മിനിസ്റ്റേഴ്സുമായിട്ട് മോഡി മീറ്റിംഗ് നടന്നതിന്റെ ഒരു ഫോട്ടോയെ കാണാം. അതിൽ ചീഫ് മിനിസ്റ്റേഴ്സ് പല സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിയാത്ത എഴുതിക്കൊള്ളാം. യോഗി ആദിത്യനാഥ് ഉത്തർപ്രദേശ്, ഹിമാന്ത ബിശ്വ ശർമ്മ ആസാം, ഭജൻലാൽ ശർമ്മ രാജസ്ഥാൻ, മോഹൻ ചരൺ മജി ഒഡീഷ. മോഹൻ മജി എന്ന് പഠിച്ചാൽ മതി. പിന്നെ അങ്ങനെ കുറെ പേര് ചീഫ് മിനിസ്റ്റേഴ്സിന്റെ പേരൊക്കെ അവിടെ പറയുന്നുണ്ട്. ഓക്കെ. അപ്പോ ചീഫ് മിനിസ്റ്റേഴ്സിന്റെ ഒക്കെ പേരെല്ലാവർക്കും അറിയായിരിക്കും. ജസ്റ്റ് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. പിന്നെ ഇന്ന് ഹിന്ദു മൺഡേ ആയതുകൊണ്ട് ബിസിനസ് പേജ് ഇല്ല. പിന്നീട് വേൾഡ് പേജ് ഉണ്ട്. വേൾഡ് പേജിൽ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ട് ഒഫീഷ്യലി മസൂദ് പെസഷ്കിയാൻ അധികാരമേറ്റു. അത് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കഴിഞ്ഞ ഈ മാസം തുടക്കത്തിലായിരുന്നു ഇലക്ഷൻ ഒക്കെ. മസൂദ് പെസഷ്കിയാൻ ഇറാന്റെ പുതിയ പ്രസിഡന്റ്. ഇറാന്റെ സുപ്രീം ലീഡർ ഇതാണ് അയത്തുള്ള അലി ഖമേനി. Actually, president is not exactly a rubber stamp, but he has limited powers only because the supreme authority lies with the highest or most revered Shia cleric in Iran, that is Ayatollah Ali Khamenei. He is the supreme leader of Iran. അദ്ദേഹമാണ് അവിടെ പ്രസിഡന്റിലേക്ക് അപ്പോയിന്റ് ചെയ്യുന്നത്. ഓക്കെ. പിന്നെ ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ ജോർജിയ മെലോണി ഈസ് വിസിറ്റിംഗ് ചൈന. അതുമായിട്ട് ബന്ധപ്പെട്ടൊരു ന്യൂസ് കാണാം. ഇറ്റലിയുടെ പ്രൈം മിനിസ്റ്റർ. പിന്നെ ഇസ്രായേല് ഗൊലാൻ ഹൈറ്റ്സ് എന്താണെന്ന് അറിഞ്ഞിരിക്കണം കേട്ടോ. ഗൊലാൻ ഹൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇസ്രായേല് ഇല്ലീഗലി ഒക്യുപ്പൈ ചെയ്ത് വെച്ചേക്കുന്ന കുറച്ച് കുന്നുകളാണ് ഗൊലാൻ ഹൈറ്റ്സ്. ഗൊലാൻ കുന്നുകൾ എന്ന് പറയും. അപ്പൊ അത് അവിടെ ഇന്നലെ ഹിസ്ബുള്ളയുടെ ഒരു അറ്റാക്കിൽ കുറച്ച് ഇസ്രായേലുകൾ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ള എന്താണെന്ന് വെച്ചാൽ ഷിയ മുസ്ലിം ഓർഗനൈസേഷൻ ആണ്. പിന്നെ മാൽദീവ്സിന്റെ പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സുവിന്റെ ഫോട്ടോ അവിടെ കാണാം. മാൽദീവ്സിന്റെ പ്രസിഡന്റ് ആണ് മുഹമ്മദ് മൊയ്സു. ഇപ്പൊ ഈ 2024 is the year of election ഞാൻ പറഞ്ഞു. വെനിസ്വേല എന്ന് പറയുന്ന സൗത്ത് അമേരിക്കൻ കൺട്രിയിൽ ഇപ്പൊ ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. വെനിസ്വേലയുടെ ക്യാപിറ്റൽ ആണ് കരാക്കസ്. വെനിസ്വേലയുടെ ക്യാപിറ്റൽ ഏതാണ്? കരാക്കസ്. CARACAS. വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോ ആണ്. നിക്കോളാസ് മഡൂരോ. ഇതിനെ കുറിച്ച് ഞാൻ ഇപ്പം തൽക്കാലം ഒന്നും പറയുന്നില്ല. ആക്ച്വലി വെനിസ്വേലയെ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അവിടെ കുറെ വിഷയങ്ങളുണ്ട്. പക്ഷെ ഞാൻ പറയാം. കാര്യം ഈ ഇലക്ഷന്റെ ഔട്ട്കം നെക്സ്റ്റ് ഡേയിൽ മിക്കവാറും ഉടനെ തന്നെ നാളെയോ മറ്റന്നാളൊക്കെ ന്യൂസ് പേപ്പറിൽ വരും. അപ്പം ഞാൻ പറയാം. കാര്യം ഇന്നിപ്പം മൺഡേ ആയതുകൊണ്ട് നമുക്ക് സൺഡേയും ന്യൂസ് പേപ്പറിൽ ഡിസ്കസ് ചെയ്യാനുള്ള ടൈമില്ല. ഓക്കെ. പിന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതായിരുന്നു ആദ്യം പറയേണ്ടത്. കാര്യം ഇന്ത്യയെ പ്രൗഡാക്കിയ ഒരു പെൺകുട്ടിയെ കുറിച്ച്. പെൺകുട്ടി എന്ന് ഞാൻ പറയാൻ കാര്യം അവർ വളരെ യങ്ങാണ്. 21-22 years ഓഫ് ഏജേ ഉള്ളൂ. ആക്ച്വലി ഷീ വൺ ബ്രോൺസ് മെഡൽ ഫോർ ഇന്ത്യ ഇൻ ഷൂട്ടിംഗ് ആൻഡ് ഷീസ് ഫ്രം ഹരിയാന. മനു ബാക്കർ. ആ ഒരു പേര് മറക്കരുത്. ആൻഡ് she etched her name in history because she is the first woman from India to win an Olympic medal in ഷൂട്ടിംഗ്. ഒളിമ്പിക് മെഡൽ കിട്ടിയ സ്ത്രീകളുണ്ട് ഇവിടെ. വെയിറ്റ് ലിഫ്റ്റിംഗിലും ബോക്സിംഗിലും അതുപോലെ കഴിഞ്ഞ തവണ PV സിന്ധുവിന് ബാഡ്മിന്റണിലും ഒക്കെ. ഷൂട്ടിംഗിൽ ഇന്ത്യക്ക് വേണ്ടിയിട്ട് മെഡൽ ഏതെങ്കിലും ഒരു മെഡൽ നേടുന്ന ആദ്യത്തെ ഇന്ത്യൻ വുമൻ ആണ്. അപ്പൊ അവർക്ക് ഇനിയും മത്സരങ്ങളുണ്ട്. ചിലപ്പോൾ ഭാഗ്യമുണ്ട്. ചിലപ്പോൾ അവർക്ക് വേറെ മെഡൽ കിട്ടിയേക്കാം. ഇനി വേറെ ഷൂട്ടിംഗ് ഐറ്റംസിൽ അവർ പങ്കെടുക്കുന്നുണ്ട്. ഓക്കെ. ഇപ്പൊ മനു ബാക്കർ അതാണ് ഇന്നത്തെ ഹിന്ദുവിലെ ഒരു വലിയ ന്യൂസ്. ഹിന്ദുവിലെ മാത്രമല്ല എല്ലാത്തിലും. പിന്നെ ഒളിമ്പിക്സിൽ ഇന്ത്യയുടെ പ്രതീക്ഷ ഉണർത്തിക്കൊണ്ട് ഇനിയും താരങ്ങൾ പലരും മുന്നോട്ട് പോകുന്നു. വിമൻ ബോക്സിംഗിലൊക്കെ നിഖാത് സരീനൊക്കെ ഇന്നലെ വിൻ ചെയ്തു. അവർക്കൊക്കെ മെഡൽ കിട്ടാനുള്ള പൊട്ടൻഷ്യൽ ഉള്ളതാണ്. അതുപോലെ ഷൂട്ടിങ്ങിൽ തന്നെ വേറെ ചില താരങ്ങൾ ഫൈനലിൽ വന്നിട്ടുണ്ട്. ഹോക്കിയിൽ ഇന്ത്യ ജയിച്ചു ഫസ്റ്റ് മാച്ച്. ഇനി മാച്ചുകളുണ്ട്. പിന്നെ ഫോർമുല 1 ഒരു റേസായ ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സ് ലൂയിസ് ഹാമിൽട്ടൺ വിൻ ചെയ്തു. മുൻ വേൾഡ് ചാമ്പ്യനാണ് ലൂയിസ് ഹാമിൽട്ടൺ. ഇപ്പോൾ അത്
മാക്സ് വെർസ്റ്റാപ്പൻ ആണെന്ന് അറിയാമല്ലോ. ലൂയിസ് ഹാമിൽട്ടൺ വിൻ ചെയ്തു ഫോർമുല 1 ഒരു റേസ്. ഏതാണ്? ബെൽജിയൻ ഗ്രാൻഡ് പ്രിക്സ്. പിന്നെ അതിനടുത്ത പേജിൽ ഡ്യൂറൻ കപ്പ്. ഇതെന്ന് പറഞ്ഞിരിക്കണേ, ഡ്യൂറൻ കപ്പ് എന്ന് പറഞ്ഞ വൺ ഓഫ് ദ ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ്സ് ഇൻ ദ വേൾഡ്. ഇറ്റ് ഈസ് ഏഷ്യാസ് ഓൾഡസ്റ്റ് ഫുട്ബോൾ ടൂർണമെന്റ്. ഡ്യൂറൻ കപ്പ്, DURAND. ഏഷ്യയിൽ ഓൾഡസ്റ്റ്, വേൾഡിൽ തന്നെ ഓൾഡസ്റ്റ് ഒരെണ്ണമാണ്. പിന്നെ ഹിന്ദുവിന്റെ ഫസ്റ്റ് പേജിലേക്ക് വരുമ്പോഴും ഇന്നത്തെ മെയിൻ ന്യൂസ് മനു ബാക്കറിന്റെ വിജയം തന്നെയാണ്. ഞാനത് പറഞ്ഞു. 10 മീറ്റർ എയർ പിസ്റ്റലിലാണ് അവര് മെഡൽ നേടിയത്. ഓക്കെ, 10 മീറ്റർ പിസ്റ്റലില്. പിന്നെ പിന്നീട് ഇവിടെ ഇടയ്ക്ക് വെച്ചൊരു വിവാദം ഉണ്ടായിരുന്നു. ഇനി വിദേശത്ത് പോകണമെങ്കിൽ വിദേശത്തേക്ക് പോകുന്ന ആൾക്കാർ ഇന്ത്യയിൽ ടാക്സ് ബർഡൻ ഒന്നും ഇല്ല എന്ന് ഒരു ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മേടിക്കണം എന്ന് ഈ ബഡ്ജറ്റിൽ പരാമർശം ഉണ്ടായിരുന്നു. അതിന്റെ പേര് കുറച്ച് വിവാദം ഉണ്ടായപ്പോ ഗവൺമെന്റ് ഇപ്പൊ ക്ലാരിഫിക്കേഷൻ കൊടുത്തിരിക്കുകയാണ്. അങ്ങനെ എല്ലാരും സർട്ടിഫിക്കേഷൻ വേണ്ടത് ഓൾറെഡി ഇതില് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് കാണിച്ചിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ, അക്യൂസ്ഡ് ഓഫ് ഫിനാൻഷ്യൽ ഇറഗുലാരിറ്റീസ് ആണെങ്കിൽ അതുപോലെ ഹ്യൂജ് ടാക്സ് അരിയേഴ്സ് ഓൾറെഡി ഉള്ളവര്, അങ്ങനെയുള്ളവർക്കൊക്കെ മതി, അല്ലാത്തവർക്കൊന്നും വേണ്ട. പിന്നെ ഇപ്പൊ ബഡ്ജറ്റിൽ പറഞ്ഞേക്കുന്ന ഒരു 4ഓളം ജോബ് സ്കീംസ് ഉണ്ട്. ഞാൻ നിങ്ങളുടെ പറഞ്ഞായിരുന്നല്ലോ ജോബ് സ്കീംസിനെ കുറിച്ച് കഴിഞ്ഞ ബഡ്ജറ്റിന്റെ ഡിസ്കഷൻ നടന്ന സമയത്ത്. ആ വീഡിയോ കണ്ടാൽ മതി. അൻ അനാലിസിസ് ഓഫ് യൂണിയൻ ബഡ്ജറ്റ് 2024 വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടല്ലോ. അത് കണ്ട അതിന്റെ അകത്തുണ്ട് ഈ ജോബ് സ്കീംസ് ഏതൊക്കെയാണ്. ആ ജോബ് സ്കീംസ് ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാം ഈ വർഷം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു. അഗെയിൻ ഫിനാൻസ് സെക്രട്ടറി TV സോമനാഥൻ പറഞ്ഞിരിക്കുന്നു. TV സോമനാഥൻ. പിന്നെ NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ, സ്ത്രീകൾക്ക് വേണ്ടിയിട്ടുള്ള ഇന്ത്യയുടെ നാഷണൽ കമ്മീഷനാണ് NCW നാഷണൽ കമ്മീഷൻ ഫോർ വിമൻ. അതിന്റെ ചെയർപേഴ്സൺ ആരാണ്? രേഖ ശർമ്മ. പിന്നെ മേഘാലയയുടെ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചൊരു ന്യൂസ് കാണാം. മേഘാലയയുടെ ചീഫ് മിനിസ്റ്റർ ആരാണ്? കൊൺറാഡ് സക്മ. പിന്നെ നിതി ആയോഗിന്റെ മീറ്റിംഗിനെ കുറിച്ച് ഉള്ള ആർട്ടിക്കിളോടുകൂടിയാണ് സൺഡേയിലെ ഹിന്ദു ന്യൂസ് പേപ്പർ സ്റ്റാർട്ട് ചെയ്യുന്നത്. അതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഇന്നത്തെ ഹിന്ദു എഡിറ്റോറിയൽ തന്നെ അതിനെ കുറിച്ച്, അതുകൊണ്ട് ഞാൻ അത് ഡിസ്കസ് ചെയ്യുന്നില്ല. പിന്നെ താഴോട്ട് വരുമ്പം ഇന്ത്യയുടെ പ്രൈം മിനിസ്റ്റർ മോഡി August 23 that is not confirmed. That is not yet confirmed. So you don't write down this, but it is almost sure that Indian Prime Minister Narendra Modi will visit Ukraine on next month, possibly on the date of August 23. Then it will be a historic historic event, historic trip, because any Indian Prime Ministers previously didn't visit Ukraine. This will be our Prime Minister's first visit to Ukraine. അപ്പോൾ ഇന്ത്യൻ പ്രൈം മിനിസ്റ്ററിന്റെ ഫസ്റ്റ് വിസിറ്റ് ടു യുക്രൈൻ പോസിബിളി അടുത്ത മാസം സംഭവിക്കാം. റഷ്യയിലേക്ക് ഇദ്ദേഹം പോയത് കഴിഞ്ഞ മാസമാണ്. അതിന്റെ പേരിൽ ഒരുപാട് ക്രിറ്റിസിസം നേരിട്ടത് കൊണ്ടാണോ, അത് ഇനി റഷ്യക്കും യുക്രൈനും ഇടയിൽ ഒരു പീസ് ഇനിഷ്യേറ്റീവ് നടത്തി അതിനുള്ള നെഗോഷിയേറ്റ് ചെയ്യാനുള്ള പവർ ഇന്ത്യക്ക് ഉണ്ട്. കാരണം എന്ന് വെച്ചാൽ ഈ രണ്ട് രാജ്യങ്ങൾക്ക് അക്സെപ്റ്റബിൾ ആണ് ഇന്ത്യ. ചൈന ഇസ് നോട്ട് അക്സെപ്റ്റബിൾ ഫോർ യുക്രൈൻ. ദേ ആർ അക്സെപ്റ്റബിൾ ടു റഷ്യ ഓൺലി. അപ്പൊ അതുകൊണ്ട് രണ്ടുപേർക്ക് അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു പീസ് നെഗോഷിയേറ്റർ ആവാനാണോ മോഡി ശ്രമിക്കുന്നതെന്ന് എനിക്ക് ഡൗട്ട് ഉണ്ട്. ഇപ്പൊ യുക്രൈനിലേക്ക് പോകുന്നുണ്ട്. പിന്നീട് ഇതൊക്കെയാണ് ഫ്രണ്ട് പേജിൽ. അതിനടുത്ത പേജിൽ പോകുമ്പോ ഇതിലൊന്നും നമുക്ക് ആവശ്യമുള്ള ന്യൂസുകളൊന്നുമില്ല. പുതുച്ചേരിയുടെ ചീഫ് മിനിസ്റ്ററിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. പുതുച്ചേരിയുടെ ചീഫ് മിനിസ്റ്റർ രംഗസ്വാമിയാണ് പുതുച്ചേരിയുടെ ചീഫ് മിനിസ്റ്റർ. ഞാൻ നേരത്തെ നാരായണസ്വാമി എന്നാ പറഞ്ഞ. പുതുച്ചേരിയുടെ ചീഫ് മിനിസ്റ്റർ രംഗസ്വാമി. നാരായണസ്വാമി അതിന് തൊട്ട് മുമ്പിരുന്ന ചീഫ് മിനിസ്റ്ററാണ്. ഇപ്പോഴത്തെ ചീഫ് മിനിസ്റ്റർ രംഗസ്വാമിയാണ്. അദ്ദേഹത്തിന്റെ മുകളിലാണ് കൈലാസനാഥൻ പുതിയ ഗവർണറായിട്ട് വരുന്നത്. ഓക്കെ, പിന്നെ അതിനടുത്ത പേജിലേക്കൊക്കെ പോകുമ്പോ ഈ പേജൊന്നും നമുക്ക് ആവശ്യമൊന്നുമില്ല. ഒന്ന് രണ്ട് കാര്യങ്ങളൊക്കെ ഇവിടെയൊക്കെ പറയാനുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഗഗൻയാനിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ആസ്ട്രോണട്സിൽ ഒരാൾ, അത് ആരെന്നൊരിക്കും ഡിസൈഡ് ചെയ്തിട്ടില്ല. ഗഗൻയാൻ അറിയാലോ, ഇന്ത്യയുടെ സ്പേസ് മിഷൻ, അതിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടുള്ള ആസ്ട്രോണട്സ് ഒരാള് നാസയുടെ
ഒരു മിഷനിൽ ISS-ലേക്ക് പോകാൻ പറ്റും. ISS എന്താണ്? ഇന്റർനാഷണൽ സ്പേസ്. അപ്പൊ നമ്മുടെ സുനിത വില്യംസ് ഒക്കെ കുടുങ്ങിക്കിടക്കുക അവിടെ, തിരിച്ചു വരാൻ പറ്റാതെ. ബോയിങ്ങിന്റെ ഒരു സ്റ്റാർലൈനർ എന്ന് പറഞ്ഞ ഇതിലാ പോയത്. പക്ഷെ അതിൽ കുറച്ച് ഗ്ലിച്ചസ് ഉണ്ടായിട്ട് അവർക്ക് തിരിച്ചു വരാൻ ഇതുവരെയ്ക്ക് പറ്റിയിട്ടില്ല. അപ്പം അതേ ഇന്റർനാഷണൽ സ്പേസ് സ്റ്റേഷനിലേക്ക് നമ്മളെ ഗഗൻയാനിലെ ഒരു ആസ്ട്രോനോട്ട് പോകാൻ പോയാണ്. ഓക്കെ, അത് നാസയാണ് അവരെ കൊണ്ടുപോകുന്നത്. മ്യാൻമറിന്റെ പ്രൈം മിനിസ്റ്ററും ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലും തമ്മിൽ മീറ്റിംഗ് നടത്തി എന്നൊരു ന്യൂസ് കാണാം. ഇന്ത്യയുടെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ അജിത് ഡോവലാണെന്ന് കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. മ്യാൻമറിന്റെ പ്രൈം മിനിസ്റ്റർ അദ്ദേഹമായിട്ട് മീറ്റിംഗ് നടത്താൻ കാര്യം, ഇപ്പോ അജിത് ഡോവൽ മ്യാൻമറിലാണ്. കാര്യം അവിടെ ബിംസ്റ്റെക്കിന്റെ ഒരു മീറ്റിംഗ് നടന്നുകൊണ്ടിരിക്കുക. ബിംസ്റ്റെക്കിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് സാറ്റർഡേ ഞാനൊരു വീഡിയോ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ബിംസ്റ്റെക്കിനെ കുറിച്ച് വളരെ ഡീറ്റെയിൽഡ് ആയിട്ട്. ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ ആൻഡ് എക്കണോമിക് കോപ്പറേഷൻ, 7 nations ഗ്രൂപ്പിംഗ്, ഹെഡ്ക്വാർട്ടേഡ് ഇൻ ധാക്ക, ഇന്ത്യ, ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ശ്രീലങ്ക, നേപ്പാൾ, മ്യാൻമർ ആൻഡ് തായ്ലൻഡ് ആർ ദ മെമ്പേഴ്സ് എന്ന് ഞാനത് അതൊന്നും അല്ല, അത് ഡീറ്റെയിൽ ആയിട്ട് അന്ന് ഡിസ്കസ് ചെയ്തതാണ്. പിന്നെ വേറൊരു കാര്യം, ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഇടയിലുള്ള FTA ഫ്രീ ട്രേഡ് എഗ്രിമെന്റ്, സ്വതന്ത്ര വ്യാപാര കരാർ നിലവിൽ വന്നിട്ട് 1 വർഷമായി. ഇപ്പൊ അത് മൂലം നല്ല രീതിയിൽ ഗുണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുവെന്ന് ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ ടു ഇന്ത്യ ഫിലിപ്പ് ഗ്രീൻ പറഞ്ഞിരിക്കുകയാണ്. ഓസ്ട്രേലിയൻ ഹൈക്കമ്മീഷണർ, ഇന്ത്യയുടെ പേരൊന്നും കാണാൻ പഠിച്ചാലും കുഴപ്പമില്ല, ഫിലിപ്പ് ഗ്രീൻ. ഇന്ത്യക്കും ഓസ്ട്രേലിയക്കും ഇടയിലുള്ള ഫ്രീ ട്രേഡ് അഗ്രിമെന്റ് പേര് അറിഞ്ഞിരിക്കുക, ECTA എന്നാണ്. എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെന്റ്, ECTA, എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെന്റ്, എക്കണോമിക് കോഓപ്പറേഷൻ ആൻഡ് ട്രേഡ് അഗ്രിമെന്റ്. പിന്നെ അതിനടുത്ത പേജിലേക്ക് പോകുമ്പോ രാജസ്ഥാൻ ഗവൺമെന്റും അഗ്നിവീഴ്സിന് ക്വാട്ട, ഇന്ത്യയിലെ അഗ്നിവീർ എന്ന് പറയുന്ന കാറ്റഗറി ഓഫ് നമ്മളുടെ ആർമി, എയർഫോഴ്സ് ആൻഡ് നേവി മെൻ ഉണ്ട്. അവര് 4 വർഷം കംപ്ലീറ്റ് ചെയ്ത് പുറത്തിറങ്ങുമ്പോൾ അവർക്ക് ജോലി കൊടുക്കാൻ പോകുന്ന കുറെ സ്റ്റേറ്റുകൾക്ക് അവർക്ക് ജോബ് റിസർവേഷൻ ഏർപ്പെടുത്തി. മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഹരിയാന, അങ്ങനെ കുറെ സ്റ്റേറ്റുകൾ. ഇതല്ല BJP റൂൾഡ് സ്റ്റേറ്റുകളാണ്. പിന്നെ പാരാമിലിറ്ററി ഫോഴ്സസിൽ അവർക്ക് വിത്തൗട്ട് എനി ട്രെയിനിങ് ദേ വിൽ ബി ഇൻഡക്റ്റഡ് ഇൻ ടു CAPF, സെൻട്രൽ ആംഡ് പോലീസ് ഫോഴ്സസ് എന്നാണ് അവരൊക്കെ പറഞ്ഞേക്കുന്നത്. പിന്നെന്താണ്, പിന്നെ ഇന്ത്യയിൽ ഒരു സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞ വലിയ പ്രശ്നം ഉണ്ടാകുന്ന ഒരു സ്ഥലമാണ് ഗൂർഖാലാൻഡ് എന്ന് പറഞ്ഞ ഒരു സെപ്പറേറ്റ് സ്റ്റേറ്റ് വേണമെന്ന് പറഞ്ഞ ഭയങ്കര ഇഷ്യൂ ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. ഗൂർഖാലാൻഡ് എന്ന് പറയുന്നത് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ്, നമുക്കറിയാലോ ടീ പ്ലാന്റേഷൻസിനൊക്കെ ഭയങ്കര ഫേമസ് ആയിട്ടുള്ള സ്ഥലമാണ് വെസ്റ്റ് ബംഗാളിലെ ഡാർജിലിംഗ്. ഈ ഡാർജിലിംഗ് കേന്ദ്രമാക്കി ഒരു പുതിയ സ്റ്റേറ്റ് വേണം എന്ന് അവിടുത്തെ ഗൂർഖകൾ ആവശ്യപ്പെടുന്നുണ്ട്. അതിനെയാണ് ഈ പറഞ്ഞ ഗൂർഖാലാൻഡ് എന്നാണ് അവർ ഇട്ടേക്കുന്ന പേര്. അത് ജസ്റ്റ് ഒന്ന് ഞാൻ പറഞ്ഞുള്ളൂ, അതിന്റെ ഒന്നും ആവശ്യം തൽക്കാലം ഇപ്പൊ ഇല്ല. അതിനടുത്ത പേജിൽ പോകുമ്പോൾ ക്യാപിറ്റൽ ഗെയിൻ ടാക്സിനെ കുറിച്ച് അവിടെയും പറഞ്ഞിട്ടുണ്ട്, അത് ഞാൻ ഡിസ്കസ് ചെയ്തതാണ്. ബാക്കി ICICI ബാങ്കിനെ കുറിച്ചൊക്കെയാണ്. ICICI ബാങ്ക് ഇന്ത്യയിലെ ഏറ്റവും വലിയ 2ാമത്തെ പ്രൈവറ്റ് സെക്ടർ ബാങ്കാണ്. ഇന്ത്യയിൽ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് എന്ന് പറയുന്ന 3 ബാങ്കുകളുണ്ട്. SIB എന്ന് പറയും, സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ്. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയാണ് ബാങ്കുകൾക്ക് സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് എന്ന് പറയുന്ന ഒരു ക്ലാസിഫിക്കേഷൻ കൊടുക്കുന്നത്. ഇന്ത്യയിൽ സിസ്റ്റമാറ്റിക്കലി ഇമ്പോർട്ടന്റ് ബാങ്ക്സ് 3 എണ്ണമാണ്. സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC Bank and ICICI Bank, SIB, systematically important banks. There are 3 banks classified as systematically important banks by Reserve Bank of India. They are State Bank of India, ICICI Bank and HDFC Bank. അതിനടുത്ത പേജിൽ പോകുമ്പോൾ സയൻസ് പേജ് സൺഡേ വരുന്നതാണ്. അതിനടുത്ത പേജിൽ പോകുമ്പോൾ FAQ പേജ് ഉണ്ട്. ഈ FAQ പേജിൽ വായിച്ചു നോക്കുക നിങ്ങൾ. ആർ ഇനഫ് ഫോർമൽ ജോബ്സ് ബീങ് ക്രിയേറ്റഡ് ഇൻ ഇന്ത്യ എന്നൊരു ആർട്ടിക്കിൾ ഉണ്ട്. സത്യത്തിൽ വായിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. റീസെന്റ് I think during the last 1 week I discussed around 3 to 4 articles regarding unemployment in India. Okay, so അതിന്റെയൊക്കെ ഒരു ഇത് തന്നെയാണ്. അതുകൊണ്ട് ഈ ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ കുറിച്ചുള്ള പുതിയ ആർട്ടിക്കിൾ നിങ്ങൾ വായിച്ചാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇവിടെ ഇതൊന്ന് വായിച്ചു നോക്കുക. ഷുഡ് ഇന്ത്യ ഫോക്കസ് ഓൺ നാച്ചുറൽ ഫാമിംഗ്? നാച്ചുറൽ ഫാമിങ്ങിന് ഇന്ത്യ കൂടുതൽ പ്രാധാന്യം കൊടുക്കണം. അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരാൻ കാരണം ഇന്ത്യയുടെ ബഡ്ജറ്റിൽ ഈ നാച്ചുറൽ ഫാമിങ്ങിന് വേണ്ടിയിട്ട് ഒരു മിഷൻ തന്നെയുണ്ട്. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്, NMNF, നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ്.
അതിനെ അറിയപ്പെടുന്ന ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി എന്നാണ്. ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. അതിന് ഏതാണ്ട് 4000 കോടി രൂപ 4000 crores കൂടുതൽ ബഡ്ജറ്റിൽ മാറ്റി വെച്ചിട്ടുണ്ട്. എന്നിട്ട് 1 crore ഫാമേഴ്സ് അക്രോസ് ഇന്ത്യ 1 crore ഫാമേഴ്സിനെ നാച്ചുറൽ ഫാമിംഗിലേക്ക് മാറുന്നതിന് വേണ്ടിയുള്ള സപ്പോർട്ട് ഗവൺമെന്റ് കൊടുക്കുന്നത്. അപ്പൊ ബഡ്ജറ്റില് ഈ നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് അതിന്റെ അണ്ടറിലുള്ള സ്കീമിന്റെ പേരാണ് ഭാരതീയ പ്രകൃതി കൃഷി പദ്ധതി. അതിനു വേണ്ടിയിട്ട് 4645 crores മാറ്റി വെച്ചേക്കുന്നു. ആ സ്കീം ഉപയോഗിച്ച് ഇന്ത്യയിൽ അടുത്ത 2 years കൊണ്ട് 1 crore ഫാമേഴ്സിന് നാച്ചുറൽ ഫാമിംഗിലേക്ക് മാറാനുള്ള പ്രേരണ കൊടുക്കും എന്നാ പറഞ്ഞേക്കുന്നത്. പക്ഷെ അതിന്റെ ഗുണമാണോ ദോഷമാണോ എന്നുള്ളൊരു ഡിസ്കഷനാണ് ഇവിടെ. ഇടയ്ക്ക് വെച്ച് ശ്രീലങ്കയിലൊക്കെ അത് ഈ നാച്ചുറൽ ഫാമിംഗ് കംപ്ലീറ്റ്ലി നാച്ചുറൽ ഫാമിംഗിലേക്ക് മാറാനുള്ള ഇത് കൊണ്ടുവരികയും അത് ഭയങ്കര വിഷയമാവുകയും അവിടെ ഫാമേഴ്സിനിടയിൽ അജിറ്റേഷൻ ഉണ്ടാവുകയും അതൊരു ലോ ആൻഡ് ഓർഡർ പ്രോബ്ലം ആയി മാറുകയൊക്കെ ചെയ്തു ശ്രീലങ്കയിൽ. അത് പിന്നെ വേറൊരു കാര്യം, ഈ നാച്ചുറൽ ഫാമിംഗ് എന്ന് കിട്ടുന്ന ഔട്ട്പുട്ട് പലപ്പോഴും അതല്ലാതെ നമ്മളുടെ ഈ ഫെർട്ടിലൈസേഴ്സ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ആർട്ടിഫിഷ്യൽ ഫെർട്ടിലൈസേഴ്സ് ഇൻഡ്യൂസ്ഡ് ആയിട്ടുള്ള ഫാമിംഗ് എന്ന് കിട്ടുന്നേക്കാളും കുറവായിരിക്കും. അപ്പൊ സബ്സ്റ്റാൻഷ്യലി ഈ ഈൽഡ് കുറവൊക്കെ ഉണ്ടായി കഴിഞ്ഞാൽ നമ്മളുടെ ഫുഡ് സെക്യൂരിറ്റി ഒക്കെ ബാധിക്കും. ബിക്കോസ് ഇന്ത്യ ഇസ് എ വെരി വാസ്റ്റ് കൺട്രി ഹാവിംഗ് ദ നമ്പർ 1 പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്, ഹാവിംഗ് മാക്സിമം പോപ്പുലേഷൻ ഇൻ ദ വേൾഡ്. അപ്പൊ അതൊക്കെ കൺസിഡർ ചെയ്തുകൊണ്ട് ചെയ്യാനുള്ള രീതിയിൽ ആർട്ടിക്കിൾ വന്നേക്കും. പിന്നെ പ്രൊഫൈൽസ് പേജിൽ നിക്കോളാസ് മഡൂരോയെ കുറിച്ചുണ്ട്. ഇങ്ങനെയാണ് വെനിസ്വേലയുടെ പ്രസിഡന്റ് നിക്കോളാസ് മഡൂരോ, NICOLAS. ഞാൻ പുള്ളിയെ കുറിച്ച് എനിക്ക് കുറെ പറയാറുണ്ട്. അതാ ഞാൻ പറഞ്ഞു, ഇന്നിപ്പോ പറയാൻ ടൈമില്ല, നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. അവിടുത്തെ ഇലക്ഷന്റെ റിസൾട്ട് വരട്ടെ വെനിസ്വേലയുടെ. പിന്നെ ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കോച്ച് ഗൗതം ഗംഭീറിനെ കുറിച്ചും UPSCയെ കുറിച്ചൊക്കെ ഓരോ ആർട്ടിക്കിൾസ് ഉണ്ട്. പിന്നെ ഗൊലാൻ ഹൈറ്റ്സിൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ഗൊലാൻ ഹൈറ്റ്സിൽ ഉണ്ടായ അറ്റാക്കിനെ കുറിച്ചൊക്കെ. അതുപോലെ ജോർജിയ മെലോണി ചൈന വിസിറ്റ് ചെയ്ത കാര്യം ഞാൻ പറഞ്ഞു. നോർത്ത് കൊറിയയുടെ പ്രസിഡന്റ് കിം ജോങ് ഉണ്ണിനെ കുറിച്ചുള്ള ന്യൂസ് ഉണ്ട്. കിം ജോങ് ഉൺ, നോർത്ത് കൊറിയൻ പ്രസിഡന്റ്, മോസ്റ്റ് ഡ്രെഡഡ് മാൻ ഇൻ ദ വേൾഡ് അല്ലേ. പിന്നെ സ്പോർട്സിൽ വേറൊന്നും പറയാനില്ല. ഓക്കെ, അപ്പൊ ഇത്രയാണ് നമ്മളുടെ ഇന്നത്തെ ഹിന്ദു ന്യൂസ് പേപ്പർ എന്ന് പറയുന്നത്. വേറെ പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല. അപ്പം ഞാൻ ഒരുവിധം കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ വീഡിയോ കണ്ടിന്യൂഷൻ ന്യൂസ് പേപ്പേഴ്സ് വായിക്കുക, ഫീഡ്ബാക്ക് പറയുക, നമ്മളുടെ വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ കമന്റ്സ് പറയുക, വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.